ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വാത്സല്യ സഹോദരങ്ങൾക്കെല്ലാം എൻ്റെ ക്രിസ്തീയ വന്ദനത്തെ ഞാൻ അറിയിക്കുകയാണ്. നമ്മുടെ നടുവിലായിരിക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാർ, അതുപോലെ പുതുതായിട്ടൊക്കെ ആരെങ്കിലും കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള എല്ലാ സഹോദരങ്ങളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചിന്തിച്ചുകൊണ്ടിരുന്ന ആ ഒരു സബ്ജക്റ്റിലേക്ക് കടന്നു പോകാനായിട്ട് കഴിയാതെ വണ്ണം ഇന്ന് മറ്റൊരു കാര്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതിൻ്റെ കാര്യകാരണങ്ങൾ ഞാൻ ആമുഖത്തിൽ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ. അതായത് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ സംസാരിച്ചു പോയ ആ മെസ്സേജിനോടുള്ള ബന്ധത്തിൽ അതിലെ ഒരു അല്പഭാഗം നമ്മൾ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തിരുന്നു. അതായത് ചില പാട്ടുകളെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞു പോയപ്പോഴാണ് നമ്മൾ പറഞ്ഞത്, ഈ കാലഘട്ടത്തിൽ വളരെ പ്രചാരം നേടിയിട്ടുള്ള കുറേ പാട്ടുകളൊക്കെയുണ്ട്. അപ്പോൾ അതിലൊക്കെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഹോരേബിലിറങ്ങിയ തീയെപ്പോലെയും അതുപോലെ കർമ്മേലിൽ ഇറങ്ങിയ തീയെപ്പോലെയൊക്കെ തീ എൻ്റെ മേൽ വീഴണമേ എന്നൊക്കെയുള്ള ആ ധ്വനി വരുമാറുള്ള പാട്ടുകളെക്കുറിച്ചൊക്കെ. അപ്പോൾ നമ്മൾ അതിനകത്ത് പറയാനായിട്ട് പരിശ്രമിച്ചത്, പാട്ടെഴുത്തുകാർ വചനത്തോട് നീതി പുലർത്തിക്കൊണ്ട് വചനത്തിൻ്റെ ആഴം ഗ്രഹിച്ചുകൊണ്ട് വേണം പാട്ടൊക്കെ എഴുതാൻ. അപ്പോൾ കാണുന്ന തീയെല്ലാം എൻ്റെ മേൽ വീഴണമെന്നൊക്കെ പറയുന്നത് അതൊരു ശരിയായ കാര്യമല്ലെന്നൊക്കെ നമ്മളങ്ങനെ പറഞ്ഞു പോയി. അങ്ങനെ ആ മെസ്സേജിൻ്റെ അത്രയൊരു ഭാഗം 1 മിനിറ്റോ 2 മിനിറ്റോ മറ്റോ ഉള്ളൂ. 2 മിനിറ്റ് തികച്ചില്ലെന്ന് എനിക്ക് തോന്നണേ. അങ്ങനെ ആ 1 മിനിറ്റുള്ള ഭാഗം അപ്ലോഡ് ചെയ്ത് ധാരാളം പേര് കണ്ടു. അത് ഏതാണ്ട് 10,000-20,000 പേർക്ക് അടുത്തെങ്ങാണ്ട് അത് കണ്ടിട്ടുണ്ട്. ആ വീഡിയോയുടെ അടിയിൽ ധാരാളം കമൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചില കമൻസിനൊക്കെ നമ്മൾ മറുപടി കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിനൊന്നും മറുപടി കൊടുക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. അങ്ങനെ വന്ന കമൻസിൽ ചില പാസ്റ്റേഴ്സൊക്കെ അവരുടേതായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് വ്യവസ്ഥാപിത പെന്തക്കോസ്ത് സമൂഹങ്ങളിൽ നിൽക്കുന്ന പാസ്റ്റേഴ്സും അതുപോലെ തന്നെ പെന്തക്കോസ്ത് സമൂഹത്തിൽ നിൽക്കുന്ന ശുശ്രൂഷകന്മാർ, അതായത് ഈ ന്യൂ ജനറേഷൻ കാറ്റടിക്കപ്പെട്ട് ആ ഒരു തലത്തിൽ ചിന്തിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പരക്കം പാഞ്ഞ് നടക്കുന്നവരുമായ കുറേ ആളുകളൊക്കെയുണ്ട്. അത്തരക്കാരൊക്കെ വന്ന് കമൻസ് രേഖപ്പെടുത്തിയിരുന്നു. അപ്പോൾ അവരിൽ ബഹുഭൂരിപക്ഷം പേരും വചനവിരുദ്ധമാണെന്നോ തെറ്റായ വ്യാഖ്യാനമാണെന്നോ അങ്ങനെയൊക്കെയാണ് പലരും വന്ന് എഴുതി വെച്ചത്. ഇങ്ങനെ ഈ വന്ന കമൻസിനെല്ലാം നമ്മൾ മറുപടി കൊടുത്തില്ല. ചിലരുടെ മാത്രം കമൻസിന് മറുപടി കൊടുത്ത കാര്യം പറഞ്ഞല്ലോ. നമ്മൾ പറഞ്ഞു കൊണ്ടുവന്നത് ഇങ്ങനെയാണ്: കർമ്മേലിലെ യാഗപീഠത്തിൽ ഇറങ്ങിയ തീ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കോപാഗ്നിയാണ്. ഏലിയാവ് എന്ന് പറയുന്ന മനുഷ്യൻ ഇസ്രായേലിന് വേണ്ടി അവിടെ ഇടിവിൽ നിൽക്കുകയായിരുന്നു. ഇടിഞ്ഞു കിടന്ന യാഗപീഠം താനെ ക്രമീകരിച്ചു. അങ്ങനെയാണ് അതിലേക്ക് അഗ്നി വന്നതെന്നും അത്രേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ 1 രാജാക്കന്മാർ 17, 18, 19 അധ്യായങ്ങളുടെ ഒരു വിശദീകരണമൊന്നും അല്ല ഈ 1 മിനിറ്റ് കൊണ്ട് കൊടുത്തത്. അത്ര മാത്രമേ പറഞ്ഞുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ കമൻസിലൊക്കെ ഈ വീഡിയോയുടെ ഫുൾ മെസ്സേജ് ഇവിടെ ഉണ്ടെന്നും പറഞ്ഞ് അതിൻ്റെ ലിങ്കും കൊടുത്തിരുന്നു. അതൊക്കെ വേണമെങ്കിൽ ആളുകൾ കേട്ട് കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ ഉത്തരം എന്താണെന്ന് മനസ്സിലാകാവുന്നതാണ്. പക്ഷേ പലരും അങ്ങനെ അതിലേക്കൊന്നും കടന്നു പോയില്ല. കേട്ട വഴി അതിന് അവരുടേതായ അഭിപ്രായങ്ങൾ പറഞ്ഞു. ഓക്കെ, അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കൊക്കെയുണ്ട്. എന്നാൽ അതൊക്കെ കാണുന്ന ആരെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടാകുമോ എന്ന് എനിക്ക് സംശയം വന്നുകൊണ്ടാണ് ഓക്കെ ഈ ആഴ്ചത്തെ കൂടിവരവിൽ, ഇന്നത്തെ കൂടിവരവിൽ അതിനൊരു മറുപടി കൊടുക്കാമെന്ന് ഞാൻ ചിന്തിച്ചു. അങ്ങനെ നമ്മൾ ഇന്ന് 1 രാജാക്കന്മാർ 17, 18 അധ്യായങ്ങളെ തുറന്നു വെച്ചുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് അതിൽ വന്ന പല കമൻസിൽ ഒരു സീനിയർ ദൈവദാസൻ്റെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അദ്ദേഹം ചോദിച്ചത്, ഹോരേബിൽ ഇറങ്ങിയ തീ എന്ന് പറയുന്നത് അത് എന്ത് അഗ്നിയാണ്, അതിനൊരു വിശദീകരണം വേണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിന് മാത്രമല്ല മറ്റ് പലരുടെ ഉള്ളിൽ അങ്ങനെ ഒരു ചിന്ത കാണുമല്ലോ. അതിനൊരു ചെറിയ മറുപടി നമുക്ക് പറഞ്ഞുകൊണ്ട് വേഗം മുന്നോട്ട് പോകാം. ഹോരേബിൽ ഇറങ്ങിയ അഗ്നി എന്തിനെ കാണിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം വന്നത്. പുറപ്പാട് ദിവസം 3-ാം അധ്യായം മുതൽ 19-ാം അധ്യായം വരെ വരുമ്പോൾ നമ്മൾ 2 പ്രാവശ്യം കാണുന്നുണ്ട് യഹോവയെ ദൈവം തീയിൽ ഇറങ്ങി നിൽക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് മോശ ആടിനെ തീറ്റി ഇങ്ങനെ നടന്ന് ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബോളം ഇങ്ങനെ ആടിനെ തീറ്റി വരികയായിരുന്നു. പുറപ്പാട് ദിവസം 3-ാം അധ്യായം തുറന്നേ. അപ്പോൾ 3-ാം അധ്യായം നമ്മൾ തുറക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞതിൻ്റെ തുടർച്ചയെന്നോണം നമ്മൾ കാണുന്നത് അതിൻ്റെ 3-ാം വാക്യമാണ്. 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, മുൾപ്പടർപ്പ് വെന്തു പോകാതിരിക്കുന്ന ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശ പറഞ്ഞു. നോക്കേണ്ടതിന് അവൻ വരുന്നത് യഹോവ കണ്ടപ്പോൾ ദൈവം മുൾപ്പടർപ്പിൻ്റെ നടുവിൽ നിന്ന് അവനെ മോശെ എന്ന് വിളിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ താഴേക്കുള്ള കാര്യങ്ങളൊക്കെ മോശയുമായി സംസാരിക്കുന്നതാണ് താഴേക്ക് കാണുന്നത്. അതും കഴിഞ്ഞിട്ട് അതിൻ്റെ 7-ാമത്തെ വാക്യം വളരെ സീരിയസ് ആയ ഒരു വാക്യമാണ്. 7-ാമത്തെ വാക്യം അവിടെ നമ്മൾ കാണുന്നത്, യഹോവ അരുളി ചെയ്തത്, മിസ്രൈമിലുള്ള എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. അവിടെ തീയുടെ നടുവിലാണ് യഹോവയായ ദൈവം ഇറങ്ങി വന്നത്. അത് കാണിക്കുന്നത് മിസ്രൈമിൻ്റെ മേൽ വരാൻ പോകുന്ന ന്യായവിധിയാണ്.
പിന്നീട് 19-ാം അധ്യായത്തിലേക്കൊക്കെ വരുമ്പോൾ തീയുടെ നടുവിൽ ഇറങ്ങി വരുന്നൊരു ദൈവത്തെ നമ്മൾ കാണുന്നുണ്ട്. ആ കാഴ്ചകളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് നാം സേവിക്കുന്ന ദൈവം നീതിപതിയായ ന്യായാധിപതി എന്നുള്ളതാണ്. ആ തീയിലൂടെ വെളിപ്പെട്ട് വരുന്ന ആ കാര്യത്തെക്കുറിച്ച് നമ്മളുടെ വിശദീകരണമാണ്. അവിടുന്ന് നീതിപതിയായ ന്യായാധിപതിയാണ്, ന്യായം വിധിക്കുന്ന ദൈവമാണ്. തൻ്റെ ജനമായ ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, അവരെ അടിമത്തത്തിൽ വെച്ചുകൊണ്ടിരിക്കുന്ന മിസ്രൈമിൻ്റെ മേൽ ദൈവത്തിൻ്റെ ന്യായവിധി വരുവാൻ പോകുന്നു. അപ്പോൾ അതിലേക്ക് ഒരുവനായ ദൈവം മോശയെ തിരഞ്ഞെടുത്ത് ആ ജനത്തെ അവിടെ നിന്ന് വിടുവിച്ചു കൊണ്ടുവരുവാൻ വേണ്ടി അതിന് ചുമതലപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഈ 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. പിന്നീടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. നമ്മൾ നേരെ പുറപ്പാട് ദിവസം 19-ാം അധ്യായത്തിലേക്ക് പോവുകയാണ്. 16-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്ന 3-ാം ദിവസം നേരം വെളുത്തപ്പോൾ ഇടിമുഴക്കവും മിന്നലും പർവ്വതത്തിൽ കാർമേഘവും മഹാഗംഭീരമായ കാഹളധ്വനിയും ഉണ്ടായി. പാളയത്തിലുള്ള ജനമൊക്കെയും നടുങ്ങി. ദൈവത്തെ എതിരേൽപ്പാൻ മോശ ജനത്തെ പാളയത്തിൽ നിന്ന് പുറപ്പെടുവിച്ചു. അവർ പർവ്വതത്തിൻ്റെ അടിവാരത്ത് നിന്ന് യഹോവ തീയിൽ സീനായി പർവ്വതത്തിൽ ഇറങ്ങുകയാൽ, അതായത് 3-ാം അധ്യായത്തിന് ശേഷം നമ്മൾ 19-ാം അധ്യായം തുറന്നു. ഇവിടെ യഹോവയായ ദൈവം സീനായി പർവ്വതത്തിൽ ഇറങ്ങി വരുന്നൊരു കാഴ്ചയാണ് ഇസ്രായേൽ കാണുന്നത്. ആ കാഴ്ചയിൽ യഹോവ തീയിൽ സീനായി പർവ്വതത്തിൽ ഇറങ്ങിയാൽ, സാധാരണ നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 13 മുതലുള്ള വാക്യങ്ങളിലൊക്കെ അവിടെ വലിയ ഗംഭീരധ്വനിയെക്കുറിച്ചും, അതുപോലെ ഈ 18-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇടിയും മിന്നലും മുഴക്കവും എന്ന് വേണ്ട കാഹളധ്വനിയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കാണാം. അതിൻ്റെ കൂട്ടത്തിൽ ഈ 18-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് യഹോവ തീയിൽ സീനായിൽ ഇറങ്ങി എന്നുള്ളത്. അതിൻ്റെ ഒരു വിശദീകരണത്തിലേക്ക് നമ്മൾ വരുന്ന 20-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ. 18-ാം വാക്യം ഒന്ന് വായിച്ചേ. അതാണ് ഭയങ്കര ഭയാനകമായൊരു കാഴ്ചയാണ്. ആ കാഴ്ച എന്തിനെന്നുള്ളതാണ് അതിൻ്റെ 20-ാം വാക്യത്തിൽ പറയുന്നത്. അതിൻ്റെ 20-ാം വാക്യം വായിച്ചേ. മോശെ ജനത്തോട്, ഭയപ്പെടേണ്ട, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിനും നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ അവങ്കിലുള്ള ഭയം നിങ്ങൾക്കായിരിക്കേണ്ടതിനും അത്രേ ദൈവം വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ 20-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് മോശ ജനത്തോട് ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. ഇവിടെ ഭയപ്പെടേണ്ടെന്ന് തന്നെയാണ് പറഞ്ഞത്. അതായത് ഇസ്രായേലിൻ്റെ മേൽ ന്യായം വിധിക്കാനൊന്നും അല്ല അവിടെ ദൈവം വന്നിരിക്കുന്നത്. അവർക്ക് യഹോവയായ ദൈവത്തെങ്കിലുള്ള ഭയം ഉണ്ടാകേണ്ടതിന്, അതായത് നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ അവങ്കിലുള്ള ഭയം നിങ്ങളിൽ ഉണ്ടായിരിക്കേണ്ടതിനും അത്രേ യഹോവയായ ദൈവം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അവരിൽ ദൈവഭയം ഉണ്ടാകണം. അതിനുവേണ്ടിയാണ് ഈ 19-ാം അധ്യായത്തിൽ ഈ കാഴ്ച അവിടെ കാണിക്കുന്നത്. അപ്പം നമുക്കതിൻ്റെ ഇത്രയേ ഉള്ളൂ. തീയിലിറങ്ങിയത് ഒന്ന് മിസ്രൈമിനെ ന്യായം വിധിക്കും എന്നുള്ളൊരു കാര്യം പറയാനാണ് ആ കാര്യം നമ്മൾ എടുക്കുന്നത്. 2 അവിടുന്ന് നീതിപതിയായ ന്യായാധിപതിയാണ്. ഇതേ കാര്യം തന്നെ നമ്മൾ പുതിയ നിയമത്തിലും കാണും. പുതിയ നിയമത്തിൽ 2 തെസ്സലോനിക്ക ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങൾ. ഇംഗ്ലീഷ് ബൈബിൾ നോക്കുന്നവർ അത് ഡിസോർഡറായിട്ടായിരിക്കും, മലയാളവും ഇംഗ്ലീഷുമായിട്ട് വ്യത്യാസമുണ്ട്. അവിടെ 4 5 അതേത് വാക്യമാണ് നിങ്ങൾ തന്നെ നോക്കിക്കോണം. അത് ഒത്തിരി ഓർഡർ തെറ്റിയാണ് അത് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ 6-7 ഒന്ന് വായിച്ചേ. 2 തെസ്സലോനിക്ക ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യത്തിൽ നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്, കർത്താവ് യേശു തൻ്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവ് യേശുവിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കാൻ വരുന്നൊരു വരവാണത്. അതേ കാര്യം തന്നെ യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. യഹോവയുടെ പ്രസാദവർഷവും പ്രതികാര ദിവസവും, 2 കാര്യം അവിടെയുണ്ട്. പ്രസാദവർഷവും പ്രതികാര ദിവസവും. കർത്താവ് യേശുക്രിസ്തു തൻ്റെ ശുശ്രൂഷ ആരംഭിച്ച സമയത്ത് ഒരു സിനഗോഗിൽ കടന്നു ചെന്ന് അവിടെ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം തുറന്ന് ഈ ഭാഗം എടുത്ത് വായിച്ചപ്പോൾ പ്രതികാര ദിവസത്തെക്കുറിച്ച് പറയാതെ പ്രസാദവർഷത്തെക്കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ട് ആ ഭാഗം വായിച്ച് അടച്ചു വെച്ചത് നമ്മളവിടെ വായിക്കുന്നുണ്ട്. സുവിശേഷത്തിലുണ്ട് ആ കാര്യം. ഇവിടെ ഈ തെസ്സലോനിക്ക ലേഖനത്തിൽ കാണുന്ന ഈ വാക്യത്തിൻ്റെ പ്രത്യേകത, കർത്താവ് യേശുക്രിസ്തു തൻ്റെ ശക്തിയുള്ള ദൂതന്മാരുമായി അഗ്നിജ്വാലയിലാണ് പ്രത്യക്ഷപ്പെടുന്നത്. അതൊരു ന്യായവിധിക്കുള്ള വരവാണ്. അപ്പോൾ ഈ അഗ്നിജ്വാലയുമായി ബന്ധപ്പെട്ട് വിവിധ നിലകളിലാണ് അതിൻ്റെ പഠനങ്ങളൊക്കെ പോകുന്നത്. നമ്മളിന്നിവിടെ അഗ്നിയുമായി ബന്ധപ്പെട്ട് ഒരു ഡീപ്പ് സ്റ്റഡിയിലേക്കൊന്നും പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അതൊന്നുമല്ല നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ മെസ്സേജിനകത്ത് നമ്മൾ പറഞ്ഞു, കർമ്മേലിൽ ഇറങ്ങിയ തീ എന്ന് പറയുന്നത് അതൊരു ന്യായവിധിയുടെ തീയാണ്, അതിൽ ദൈവത്തിൻ്റെ കോപമുണ്ട് എന്നൊക്കെയുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ അത് കേൾവിക്കാർക്ക് ഒട്ടും ദഹിച്ചിട്ടില്ല.
അതിന് നമുക്കുള്ള മറുപടി ഇത്രയേ ഉള്ളൂ, അത് വിശദമായി പറയേണ്ട കാര്യങ്ങളാണ്. വിശദമായി പറഞ്ഞു കൊണ്ടുവന്നെങ്കിൽ മാത്രമേ കർമ്മേലിലെ തീയിലേക്കൊക്കെ നമുക്ക് എത്താൻ കഴിയുള്ളൂ. ചാടിക്കേറി നമുക്ക് കർമ്മേലിലേക്ക് ഓടിപ്പോയിട്ട് ഇതിനെക്കുറിച്ച് പറയാൻ പറ്റത്തില്ല. അത് പറയണമെങ്കിൽ ഇതിൻ്റെ ഒരു വിശദീകരണത്തിലേക്ക് തന്നെ പോകണം. ഇസ്രായേലിൻ്റെ ഒരു ചരിത്രത്തിലേക്കും ഒക്കെ കടന്നുപോയി ഒരു വിശദീകരണത്തിലേക്ക് നമ്മൾ കടന്നുപോയെങ്കിൽ മാത്രമേ അതിൻ്റെ ഒരു ഉത്തരം നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയുകയുള്ളൂ. അല്ലാതെ നമുക്കതിൻ്റെ ഉത്തരം പറയാനായിട്ട് കഴിയില്ല. നമ്മൾ കർമ്മേലിൽ ഇറങ്ങി ആ തീയെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് പോകുമ്പോൾ നമ്മൾ ഏലിയാവുമായി ബന്ധപ്പെട്ടാണല്ലോ ആ ഒരു ചിന്ത മുന്നോട്ട് പോകുന്നത്. ഏലിയാവിനെ നമ്മൾ ആദ്യമായി കാണുന്നത് 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിലാണ്. 17-ാം അധ്യായം തുടങ്ങുമ്പോഴാണ് ഗിലെയാദിലെ തിശ്ബിയിൽ നിന്നുള്ള തിശ്ബിനായ ഏലിയാവിനെ ശരിക്കും കാണാൻ കഴിയുന്നത്. നമ്മൾ പുതിയ നിയമ ക്രിസ്ത്യാനികൾ എന്നുള്ള നിലയിൽ നമ്മൾ വളരെ പ്രാധാന്യം കൊടുക്കുന്നത് പുതിയ നിയമ ഭാഗങ്ങൾക്കാണ്. സുവിശേഷങ്ങൾക്കും പിന്നീട് ലേഖനങ്ങൾക്കും അങ്ങനെയൊക്കെ വലിയ പ്രാധാന്യം കൊടുക്കുന്നവരാണ് നമ്മൾ ആ ഭാഗങ്ങളൊക്കെ കൂടുതൽ വായിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് അതിൻ്റെ കൂടുതൽ ആഴങ്ങൾ അറിയാൻ വേണ്ടി പഴയ നിയമത്തിലേക്ക് ഇറങ്ങി വരുന്നത്. അപ്പോൾ നമ്മൾ നേരെ 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിലേക്കൊന്നും അങ്ങനെ വരാറില്ല. വരുന്നത് എങ്ങനെയാണ്? ഈ ഏലിയാവിനെയൊക്കെ നമ്മൾ പുതിയ നിയമത്തിൽ പലയിടത്തും കാണുകയാണ്. ഏലിയാവിനെക്കുറിച്ച് നല്ലൊരു സ്മരണ നമുക്ക് ലഭിക്കുന്നത് യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞ തൻ്റെ ലേഖനത്തിൻ്റെ ഒടുവിലത്തെ ഭാഗത്ത് ഒരു സൂചന തരുന്നുണ്ട്. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനാണെന്നുള്ളത്. വളരെ പ്രസിദ്ധമായൊരു വേദഭാഗമാണത്. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 17-18 ഒന്ന് വായിച്ചേ. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്ത് നിന്ന് മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. ഓക്കെ, യാക്കോബ് ഇവിടെ പറയുന്നത് ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനാണെന്നുള്ളതാണ്. യാക്കോബ് മാത്രമല്ല, സുവിശേഷങ്ങളിലെ യേശുക്രിസ്തു തന്നെ ഏലിയാവിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് പല ഭാഗത്തും ഏലിയാവിനെ കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. അപ്പം ഏലിയാവിനെ നമ്മൾ പുതിയ നിയമത്തിൽ തന്നെ കാണുന്നുണ്ട്. കൂടുതൽ ആഴത്തിലുള്ള പഠനങ്ങൾക്ക് വേണ്ടി നമ്മൾ പഴയ നിയമത്തിലേക്ക് ഇറങ്ങിപ്പോകുമ്പോഴാണ് അവിടെ ഏലിയാവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും കാണാൻ കഴിയുന്നത്. ഈ വായിച്ച വേദഭാഗം പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടാണ് സാധാരണ പ്രസംഗികൾ എല്ലായിടത്തും പ്രസംഗിക്കുന്നത്. പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു ഗൗരവം പറയാനാണ് ഏലിയാവിനെ കോട്ട് ചെയ്തുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. അപ്പം ഞാൻ പലപ്പോഴും പലയിടങ്ങളിലും കഴിഞ്ഞ കുറേ വർഷങ്ങളായി സഞ്ചരിക്കുന്ന മേഖലകളിലൊക്കെ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഇങ്ങനത്തെ സബ്ജക്റ്റുകൾ പല രീതിയിൽ കടന്നു വരുമല്ലോ. അങ്ങനെ കടന്നു വരുന്ന സമയത്തൊക്കെ ഞാൻ പോയ ദിക്കുകളിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. സൗരങ്ങളെ, ഇപ്പം നമ്മൾ വായിച്ച ഈ വേദഭാഗത്ത് ഏലിയാവ് 3 സംവത്സരവും 6 മാസവും പ്രാർത്ഥിച്ചു, അങ്ങനെ ദേശത്ത് മഴ പെയ്തില്ലെന്ന് കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഏലിയാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പഴയ നിയമത്തിൽ പോയി രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്നാണ് പുറത്തെടുക്കേണ്ടത്. അങ്ങനെ ഏലിയാവ് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്നുള്ള ആ കാര്യത്തിൻ്റെ റെഫറൻസ്, അതിൻ്റെ വാക്യങ്ങൾ പഴയ നിയമത്തിൽ എവിടെയാണ്, രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഏത് ഭാഗത്താണ് എന്ന് നിങ്ങളൊന്ന് പറയാമോ എന്ന് പലയിടത്തും ചോദിക്കാറുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ ഞാൻ പ്രസംഗത്തിനിടയിൽ ചോദ്യമൊക്കെ ചോദിക്കുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ പോയ ദിക്കുകളിലൊക്കെ ചോദിച്ചിട്ട് ഒരു സ്ഥലത്തുനിന്ന് പോലും ഒരു കുഞ്ഞു പോലും പാസ്റ്ററുടെ കാര്യം പറഞ്ഞിട്ടില്ല, കേട്ട അവസാനം പാസ്റ്റർ പോലും പറഞ്ഞിട്ടില്ല. ഒരു സ്ഥലത്തും ഒരാൾ പോലും, പറയുന്ന ധാരാളം പേര് കാണുമായിരിക്കാം, ഞാൻ പോയ ദിക്കുകളിൽ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ലെന്നാണ് പറഞ്ഞത്. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ വിഷയത്തെക്കുറിച്ചൊന്നും അതിൻ്റെ ശരിയായ ഒരു ആഴം പലർക്കും മനസ്സിലായിട്ടില്ല. എന്നാൽ അത് പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളെ ചെറിയ തോതിൽ പരിഹസിക്കുകയും ചെയ്യും. അത് കേട്ട് അനുഗ്രഹം പ്രാപിക്കുക, നമ്മുടെ ക്രിസ്തീയ ജീവിതം ക്രമീകരിച്ച് നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകുക എന്നുള്ളതല്ല ചിന്തിക്കുന്നത്. അവർ കേട്ടിട്ടില്ല, കേൾക്കാത്ത കാര്യം ഒരാൾ പ്രസംഗിച്ചു കഴിഞ്ഞാൽ ഉടനെ അയാളെ കല്ലെറിയുക. അങ്ങനെ കല്ലെറിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാകുന്നത്? ഇപ്പം നമ്മൾ കഴിഞ്ഞ നാളുകളിലൊക്കെ പ്രസംഗിച്ചിട്ടുള്ള പ്രസംഗങ്ങൾ ഇവിടെ ലൈവായിട്ടുണ്ട്. നമ്മൾ എന്തിനു വേണ്ടി നിലകൊള്ളുന്നു എന്നുള്ളത് നമ്മൾ പബ്ലിക്കായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കർമ്മേലിൽ ഇറങ്ങിയ തീ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മറുപടി ഉണ്ടെന്നേ, അതിനൊക്കെ ഉത്തരവൊക്കെ ഉണ്ട്. ഉത്തരവൊന്നുമില്ലാതെ അല്ലല്ലോ പ്രസംഗിക്കുന്നത്. ഏത് കാര്യത്തിനും ഉത്തരവുണ്ട്. എൻ്റെ ഒരു സിമ്പിൾ ചോദ്യമാണ്, ഏലിയാവ് എപ്പോൾ എവിടെ വെച്ചാൽ പ്രാർത്ഥിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യാക്കോബ് പറഞ്ഞല്ലോ പ്രാർത്ഥിച്ചെന്ന്. യാക്കോബ് പറഞ്ഞു പ്രാർത്ഥിച്ചെന്ന്. അതിന് കിട്ടിയിട്ടുള്ള ആൻസറുകൾ എന്താണെന്ന് നിങ്ങൾക്കറിയാവോ? പെന്തക്കോസ്റ്റ് വേൾഡിൽ നിന്ന് അതിലെ മെജോറിറ്റി ഒരു 99%, അതായത് എൻ്റെ ഇൻട്രാക്ഷനിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിൽ ഏലിയാവ് ആഹാബിൻ്റെ കൊട്ടാരത്തിൽ വന്ന്
കൊട്ടാരത്തിൽ വന്ന് പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത്. എങ്ങനെയുണ്ട്? ഇന്നലകളിൽ കത്തോലിക്കനെയും മറ്റ് ഇതര സമൂഹങ്ങളെയൊക്കെ കല്ലെറിഞ്ഞുകൊണ്ടിരുന്ന പാർട്ടികളാണ്. അവർക്ക് ആർക്കും കാര്യമായിട്ട് വചനം അറിയില്ലെന്ന് പറഞ്ഞ്. അറിയാമെന്ന് പറയുന്ന മഹാരഥന്മാരാണ് പറയുന്നത് ആഹാബിൻ്റെ കൊട്ടാരത്തിൽ വന്ന് പ്രാർത്ഥിച്ചെന്ന്. ആഹാബിൻ്റെ കൊട്ടാരത്തിൽ വന്ന് ഏലിയാവ് പ്രാർത്ഥിച്ചെന്ന് ബൈബിളിലുണ്ടോ? ആഹാബിൻ്റെ കൊട്ടാരത്തിൽ വന്ന് ഏലിയാവ് റോയൽ മെസ്സേജ് പാസ് ചെയ്യുകയാണ് ചെയ്തത്. ഹെവൻലി മെസ്സേജ് പ്രവചന സ്വരത്തിൽ കൽപ്പിക്കുകയാണ് ചെയ്തത്. ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും മഴയും പെയ്യില്ലെന്നാണ് ഏലിയാവ് അവിടെ പറഞ്ഞത്. അല്ലാതെ അവിടെ ഒന്ന് പ്രാർത്ഥിച്ചെന്നൊന്നും ബൈബിളിലില്ല. അപ്പോൾ ഏലിയാവ് പ്രാർത്ഥിച്ചത് എവിടെയാണ്? തൻ്റെ പ്രാർത്ഥനാ ജീവിതം എവിടെയാണ്? തൻ്റെ പ്രാർത്ഥനാമുറി എവിടെയാണ്? താൻ കഴിഞ്ഞ നാളുകളിൽ മുഴങ്കാലിൽ നിന്നത് എവിടെ വെച്ചാണ്, എങ്ങനെയാണ് എന്നൊക്കെ ഒരു സത്യാന്വേഷി അന്വേഷിച്ചുകൊണ്ടിരിക്കില്ലേ? അവൻ പഠിക്കില്ലേ? അന്വേഷിക്കില്ലേ? അതൊന്നും അന്വേഷിക്കാതെയാണ് ആളുകൾ ചുമ്മാ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നത്. അപ്പോൾ അതിലേക്കൊക്കെ നമ്മൾ കടന്നു ചെല്ലണമെങ്കിൽ നിരന്തരമായ അന്വേഷണവും പഠനവും ധ്യാനവും ഒക്കെ ആവശ്യമാണ്. ഇതൊന്നും എളുപ്പത്തിൽ കിട്ടുന്ന കാര്യങ്ങളല്ല. ഈസി ആയിട്ട് എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞ് അങ്ങനെ കിട്ടുന്ന കാര്യങ്ങളാണോ? അങ്ങനെയൊക്കെ ആയിരുന്നു എന്ത് എളുപ്പമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാം പിന്നിൽ അധ്വാനങ്ങളുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. അധ്വാനങ്ങളുണ്ട്. യാക്കോബിൻ്റെ ലേഖനത്തിൽ നിന്ന് വായിച്ച ആ വാക്യത്തിൻ്റെ ഉത്തരം അത് പിറകെ പറഞ്ഞു വരുമ്പോൾ വിശദീകരിക്കാം. ഞാൻ തുടക്കത്തിൽ അതൊന്ന് വായിച്ചെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ ഒരു വിഷയത്തിൻ്റെ ഒരു ആഴത്തിലേക്ക് പോകണമെങ്കിൽ ഏലിയാവിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ചും തുടർന്ന് നമുക്ക് കർമ്മേലി വരേണ്ടതുണ്ട്. അവിടേക്കൊക്കെ എത്തണമെങ്കിൽ നമ്മൾ 1 രാജാക്കന്മാരുടെ പുസ്തകം 12-ാം അധ്യായത്തിലേക്കൊന്ന് പോകേണ്ടതുണ്ട്. 12-ാം അധ്യായത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ഓടിച്ച് 1-2 കാര്യം നിങ്ങളോട് പറയാം. മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ കിടന്ന ജനത്തെ വലിയവനായ ദൈവം നീട്ടിയ ഭുജത്താലും വീര്യമുള്ള കരത്താലും വിടുവിച്ച് ചെങ്കടലും കടത്തി മരുഭൂമിയിലൂടെ പിന്നീട് യോർദാനും പിളർത്തി അവരെ വാഗ്ദത്ത ഭൂമിയിൽ എത്തിച്ച് അങ്ങനെ വാഗ്ദത്ത ഭൂമിയിലെ പാലും തേനും ഒഴുകുന്ന അനുഭവങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ട് അങ്ങനെ അവിടുത്തെ ദേശമൊക്കെ വിഭാഗിച്ച് അവർക്ക് ഓരോരുത്തർക്കും കിട്ടേണ്ടതൊക്കെ കിട്ടി. അങ്ങനെ അവിടെ കൃഷി ചെയ്തു ഒക്കെ അവരങ്ങനെ അതിൻ്റെ എല്ലാ നന്മകളും അനുഭവിച്ച് അങ്ങനെ മുന്നോട്ട് പോവുക. ഞാനീ പറയുമ്പോൾ നിങ്ങൾ ഭാവന കാണണം കേട്ടോ. അവരെ അവിടെ നിന്ന് വിടുവിച്ച് കൊണ്ടുവന്നതും അവർക്ക് അനുവദിച്ചു കൊടുത്തിട്ടുള്ള ആ മനോഹര ദേശത്തെക്കുറിച്ചും ഒക്കെ ചിന്തിച്ചോണം ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ. അങ്ങനെ മുന്നോട്ട് വന്നതിന് ശേഷം മോശയുടെ മരണം നമുക്കറിയാം. യോശുവയാണ് നയിച്ചുകൊണ്ട് വരുന്നത്. യോശുവയുടെ കാലം അവസാനിച്ചതിന് ശേഷം പിന്നീട് നമ്മൾ കാണുന്നത് ന്യായാധിപന്മാർ അവരെ ഭരിക്കുന്നതായിട്ടാണ്. ഏതാണ്ട് ഒരു 300 ചില്ലുവാനും വർഷം അവരെ ഭരിച്ച് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതിനുശേഷം അവരൊരു രാജാവിനെ വേണമെന്ന് പറഞ്ഞു. അത് ഒരുവനായ ദൈവത്തിന് അനിഷ്ടമായ കാര്യമാണ്. അങ്ങനെ അനിഷ്ടമായ കാര്യമാണെങ്കിലും അവരത് റിക്വസ്റ്റ് ചെയ്തു, അത് അനുവദിച്ചു. അങ്ങനെ അനുവദിച്ചു. അവരുടെ ആദ്യത്തെ രാജാവ് നമുക്കറിയാം കീശിൻ്റെ മകനായ ശൗലായിരുന്നു. ശൗൽ 40 സംവത്സരം ഇസ്രായേലിനെ ഭരിച്ചു. പിന്നീട് ദാവീദ് രംഗത്ത് വന്നു. ദാവീദ് 40 സംവത്സരം ഭരിച്ചു. അത് കഴിഞ്ഞ് ശലോമോൻ രംഗത്ത് വന്നു. ശലോമോൻ ഏതാണ്ട് 40 വർഷം അവരെ ഭരിച്ചു. അതാണ് നമ്മൾ കാണുന്ന കാഴ്ച. അങ്ങനെ ശലോമോൻ്റെ ഭരണം അവസാനിച്ച് ശലോമോൻ്റെ മകനായ റഹബയാം ഇസ്രായേലിൻ്റെ രാജാവായിട്ട്, അന്ന് മൊത്തത്തിൽ ഇസ്രായേൽ എന്നാണല്ലോ പറയുന്നത്, ഇസ്രായേലിൻ്റെ രാജാവ് എന്നുള്ള നിലയിലേക്ക് റഹബയാം വരികയാണ്. അപ്പോൾ റഹബയാമിൻ്റെ വരവ് എല്ലാവരും അംഗീകരിച്ചില്ല. അവിടെ ചില പ്രതിസന്ധികളൊക്കെ ഉടലെടുത്തു എന്നുള്ളത് നമുക്കറിയാം. അതിൻ്റെ എല്ലാ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. അങ്ങനെ റഹബയാമിൻ്റെ ആ ഒരു ഭരണകാലം വന്നപ്പോൾ ഇസ്രായേലിൽ അസ്വസ്ഥതകൾ മുളപൊട്ടി വന്നു. വലിയവനായ ദൈവത്തിന് റഹബയാമിൻ്റെ പല പ്രവൃത്തികളോടും അനിഷ്ടം ഉണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. ആ സമയത്ത് യൊറബയാമിന് അഹിയ പ്രവാചകൻ മുഖാന്തരം വലിയവനായ ദൈവം ഒരു അരുളപ്പാട് അഥവാ ഒരു ദൈവിക ആലോചന കൊടുക്കുകയാണ്. ആ കാര്യങ്ങളെല്ലാം നമ്മൾ 1 രാജാക്കന്മാർ 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കാണാം. 12-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ ഈ കാര്യങ്ങളുണ്ട്. ശീലോന്യനായ അഹിയാവ് മുഖാന്തരം നെബോത്തിൻ്റെ മകനായ യൊറോബയാമിനോട് അരുളി ചെയ്ത വചനം നിവൃത്തിയാകേണ്ടതിന് ഈ കാര്യം യഹോവയുടെ ഹിതത്താൽ സംഭവിച്ചു. അതായത് ഇസ്രായേൽ രാജ്യം 2ആയിട്ട് മുറിഞ്ഞെന്ന്. തെക്കേ ദേശമെന്നും വടക്കേ ദേശമെന്നും രാജ്യം വിഭജിക്കപ്പെട്ടു. തെക്കേ ദേശത്തെ യഹൂദയെന്നും വടക്കേ ദേശത്തെ ഇസ്രായേൽ എന്നുമാണ് പിന്നീട് അറിയപ്പെട്ടത്. ആ വടക്കേ ദേശത്തിൻ്റെ ആദ്യത്തെ രാജാവായിട്ട് രംഗത്ത് വരുന്നയാളാണ് ഈ പറയപ്പെട്ട യൊറോബയാം. നമ്മുടെ സബ്ജക്റ്റ് ഏതാ? കർമ്മേലിൽ തീ ഇറങ്ങിയത് എങ്ങനെയാണെന്ന്. കർമ്മേലിൽ തീ ഇറങ്ങിയത് എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ ഇവിടെ മുതൽ പയ്യെ ചിന്തിച്ച് മുന്നോട്ട് പോകണം. ഇത് ദിവസങ്ങളെടുത്ത് പല സെഷനുകളായിട്ട് തിരിച്ച് വിശദമായി പറയേണ്ട കാര്യങ്ങളാണ്. പക്ഷെ സമയക്കുറവുകൊണ്ട് ഞാനിന്ന് ഓടിച്ചു വിടുകയാണ്. കമ്പി വാചകങ്ങളിൽ കാര്യങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോകും. അവസാനത്തിലേക്ക് വരുമ്പോൾ സമയം കുറവാണ്, ഞാൻ പിന്നീട് സ്പീഡ് കൂട്ടുകയും ചെയ്യും.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത്, അതായത് തെക്കോട്ടും വടക്കോട്ടും നടന്നുകൊണ്ടിരുന്ന ഒരുവനാണ് യൊറബയാം. അവനെ തിരഞ്ഞെടുക്കുകയാണ്. ദൈവത്തിൻ്റെ കൃപ അവൻ്റെ മേൽ വരികയാണ്. ഈ വടക്കേ ദേശത്തിൻ്റെ രാജാവ് എന്നുള്ള നിലയിൽ ആ ജനത്തെ നയിക്കാനുള്ളൊരു അവസരം യൊറബയാമിന് ലഭിക്കുകയാണ്. ആ ലഭിക്കപ്പെട്ട കാര്യങ്ങൾ ഈ പറയപ്പെട്ട നിലയിൽ 12-ാം അധ്യായത്തിൻ്റെ തുടക്കം മുതൽ 25-ാമത്തെ വാക്യം വരെ ഈ യൊറബയാമിനെ തിരഞ്ഞെടുക്കുന്ന കാര്യങ്ങൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നീടാണ് ട്രാജഡി എന്ന് പറയുന്നത്. അതായത് ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ ഇരുണ്ട കാലഘട്ടങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ്. ഇരുണ്ട കാലഘട്ടങ്ങളിൽ അതിന് താഴെ നമ്മൾ അതിൻ്റെ 28ഉം 29ഉം വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ 28, 29 ഒന്ന് വായിച്ചേക്കാം. 12-ാം അധ്യായത്തിൻ്റെ 28, 29 വാക്യങ്ങൾ. ആകയാൽ രാജാവ് ആലോചിച്ച് പൊന്നുകൊണ്ട് 2 കാളക്കുട്ടി ഉണ്ടാക്കി. നിങ്ങൾ യെരൂശലേമിൽ പോയത് മതി. ഇസ്രായേലേ, ഇതാ നിന്നെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവം എന്ന് അവരോട് പറഞ്ഞു. അവൻ ഒന്നിനെ ബേഥേലിലും മറ്റേതിനെ ദാനിലും പ്രതിഷ്ഠിച്ചു. അപ്പം അദ്ദേഹത്തിൻ്റെ രാജത്വം ആരംഭിക്കുകയാണ്. വലിയ കൃപ തൻ്റെ മേൽ വന്നല്ലോ. അതായത് ദാവീദിൻ്റെ സന്തതി പരമ്പരകളെ മാറ്റി നിർത്തിക്കൊണ്ടാണ് 10 ഗോത്രത്തെ തനിക്ക് കൊടുക്കുന്നത്. ദാവീദിൻ്റെ കൊച്ചുമോനായ റഹബയാമിന് വെറും 2 ഗോത്രത്തെ കിട്ടിയുള്ളൂ. അതായത് യഹൂദ ഗോത്രവും ബെന്യാമിൻ ഗോത്രവും, അങ്ങനെ 2 ഗോത്രമേ ഉള്ളൂ. ബാക്കി 10 ഗോത്രങ്ങളും ഈ യൊറബയാമിൻ്റെ കയ്യിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എത്ര വിശ്വസ്തയോടെ യഹോവയായ ദൈവത്തെ സേവിച്ച് മുൻപോട്ട് പോകേണ്ടവനാണ്. അതിനു പകരം താൻ ചെയ്ത മഹാപാതകം എന്ന് പറയുന്നത് 2 കാളക്കുട്ടിയെ ഉണ്ടാക്കി. വടക്കേ ദേശത്തെ രാജത്വം ആരംഭിക്കുകയാണ് ഇവിടെ. ദേശം വിഭജിക്കപ്പെട്ടതിന് ശേഷം ഇദ്ദേഹം രാജത്വത്തിലേക്ക് വന്നു. അദ്ദേഹത്തിൻ്റെ ഭരണകാലം ആരംഭിക്കുകയാണ്. തുടക്കത്തിൽ തന്നെ പുള്ളി 2 കാളക്കുട്ടിയെ ഉണ്ടാക്കിക്കൊണ്ടാണ് പരിപാടി ആരംഭിക്കുന്നത്. അവിടെ തുടങ്ങി ഇസ്രായേലിൻ്റെ പതനം, വടക്കേ ദേശത്തിൻ്റെ പതനം അവിടെ തുടങ്ങി. കിട്ടിയ അവസരത്തെ അവരെന്ത് ചെയ്തില്ല. അപ്പോൾ ഇവിടെ ഒരു ക്രിട്ടിക്കായിട്ടുള്ള ചോദ്യം വേണേൽ കൊണ്ടുവരാം. ഇവൻ കാളക്കുട്ടി ഉണ്ടാക്കുമെന്നും തുടർന്നുള്ള രാജാക്കന്മാരെല്ലാം കന്നന്തിരിവ് കാണിക്കുമെന്നൊക്കെ അറിയാവുന്ന വലിയവനായ ദൈവം എന്തുകൊണ്ട് ഇങ്ങനൊരു അവസരം കൊടുത്തെന്ന് ചോദിച്ചാൽ, അതാണ് ദൈവത്തിൻ്റെ കൃപയെന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ നീതി എന്നൊക്കെ പറയുന്നത് അതാണ്. അവസരം കിട്ടിയില്ലെന്നൊന്നും ആരും നാളെ പറയാൻ ഇടവരരുതല്ലോ. അവസരം കൊടുത്തെന്നേ, ഇവൻ ഇന്നതൊക്കെ ചെയ്യുമെന്നുള്ളതൊക്കെ ദൈവത്തിന് അറിയാം. ആ പരിശോധനകളിലെല്ലാം അദ്ദേഹം പരാജയപ്പെട്ടു പോയി. അതിൻ്റെ താഴെ 31-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, സർവ്വജനത്തിൽ നിന്നും ലേവ്യരല്ലാത്തവരെ അദ്ദേഹം പുരോഹിതന്മാരായി നിയമിച്ചു. ഇസ്രായേൽ ദേശത്ത് പുരോഹിതന്മാരുണ്ട്. ആ പുരോഹിതന്മാരെല്ലാം വരേണ്ടത് ലേവ്യകുലത്തിൽ നിന്നാണ്. പക്ഷേ ലേവ്യകുലത്തിൽ നിന്നല്ലാത്തവരെയൊക്കെ പുള്ളി പുരോഹിതന്മാരായി നിയമിച്ചു. അതിനെക്കുറിച്ച് തെക്കേ ദേശത്തെ, അതായത് യഹൂദ ദേശത്തെ രാജാവായ അബിയാവ് പിന്നീട് പറയുന്നുണ്ട്. അതായത് ഇത്ര ആടിനെയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ കരപൂർണം ചെയ്യിച്ച് ലേവ്യരല്ലാത്തവരെ പുരോഹിതന്മാരാക്കുന്ന കാര്യമൊക്കെ അദ്ദേഹം അവിടെ വിശദീകരിക്കുന്നുണ്ട്. നമ്മുടെ ഒരു മുൻ മെസ്സേജിൽ അത് വിശദമായൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഓർമ്മ കാണുമായിരിക്കും ആ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ 12-ാം അധ്യായത്തിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് യൊറബയാമിനെയാണ്. യൊറബയാമിനെ തുടർന്ന് മുൻപോട്ട് പോകുന്ന ഈ അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ ആ അധ്യായങ്ങളിലൊക്കെ ഇസ്രായേലിൽ പിന്നീട് വന്ന രാജാക്കന്മാരെ കാണാം. ആ രാജാക്കന്മാരുടെ പ്രവർത്തന രീതികളെക്കുറിച്ചൊക്കെ പറഞ്ഞു വരുന്നതിനിടയിൽ ഒരു സെൻറ്റൻസ് കാണാം. ആ സെൻറ്റൻസ് ഇങ്ങനെയായിരിക്കും: അവർ യൊറബയാമിൻ്റെ വഴിയിൽ നടന്നെന്നാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. ഈ ഓരോ രാജാക്കന്മാരും യൊറബയാമിൻ്റെ വഴിയിൽ നടന്നെന്ന്. അതേസമയം ദിനവൃത്താന്ത പുസ്തകത്തിൽ വരുമ്പോൾ യഹൂദ ദേശത്തെ രാജാക്കന്മാരുടെ കാര്യങ്ങൾ അവിടെയുണ്ട്. അതിൽ ചില രാജാക്കന്മാർ യഹോവയ്ക്ക് പ്രസാദകരമായ രീതിയിൽ ജീവിച്ചവരുണ്ട്, ചിലർ അങ്ങനെ അല്ലാതെ ജീവിച്ചവരുണ്ട്. അപ്പോൾ അങ്ങനെ ജീവിച്ചവരെക്കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നത് അവർ അവരുടെ പിതാവായ ദാവീദിൻ്റെ വഴിയിൽ നടന്നെന്നാണ് അവിടെ കാണുന്നത്. ദാവീദിൻ്റെ വഴിയിൽ. അപ്പോൾ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ വരുമ്പോൾ നമ്മൾ ഈ യൊറബയാമിൻ്റെ വഴിയെക്കുറിച്ച് കാണാൻ കഴിയും. ദിനവൃത്താന്ത പുസ്തകത്തിൽ വരുമ്പോൾ ദാവീദിൻ്റെ വഴിയെക്കുറിച്ച് കാണാൻ കഴിയും. ഒരു വഴി ദൈവത്തെ കോപിപ്പിച്ച വഴിയാണ്. ഇനി അതിൻ്റെ 13-ാം അധ്യായമൊക്കെ നിങ്ങൾ സമയം പോലെ പിന്നീട് വായിക്കുക. നമ്മളിപ്പോൾ തുറന്നത് 12-ാം അധ്യായമാണ്. 12-ാം അധ്യായത്തിൽ നിന്ന് നമ്മൾ 17-ാം അധ്യായത്തിൽ ചെല്ലുമ്പോഴാണ് ഏലിയാവിനെ കാണുന്നത്. അതായത് ഒരു 5 അധ്യായം, ഒരു 5 അധ്യായം. ആ 5 അധ്യായത്തിൽ ഇസ്രായേലിലെ പല രാജാക്കന്മാരുണ്ട്. തുടർന്ന് നമ്മൾ മുൻപോട്ട് വരുമ്പോൾ 14-ാം അധ്യായത്തിൽ ഈ യൊറബയാമുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ അവിടെയുണ്ട്. ഞാൻ അതിലേക്കൊന്നും അധികം പോകുന്നില്ല, സമയക്കുറവുണ്ട്, മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ നമ്മൾ 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ യൊറബയാമിൻ്റെ കാലശേഷം അവൻ്റെ മകനായ നാദാബ് അധികാരത്തിലേക്ക് വരികയാണ്. അതും കഴിഞ്ഞ് നമ്മൾ 16-ാം അധ്യായത്തിലേക്ക് വരികയാണ്. 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ബായശിയൊക്കെ വരുന്നുണ്ട്. പല രാജാക്കന്മാരെ നമുക്ക് അവിടെ കാണാൻ കഴിയും 16-ാം അധ്യായത്തിൽ. 16-ാം അധ്യായത്തിൻ്റെ ഒടുവിലേക്ക് നമ്മൾ വരുമ്പോൾ
ഇസ്രായേൽ സിമ്രി എന്ന് പറയുന്ന ഒരു രാജാവ് വരുന്നുണ്ട്. സിമ്രി ഇസ്രായേലിൽ ഭരിക്കുന്ന കാര്യം അതിൻ്റെ 15-ാമത്തെ വാക്യം മുതൽ താഴേക്ക് വരുമ്പോൾ, 16-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം മുതൽ താഴേക്ക് വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും. സിമ്രിക്ക് ശേഷം ഇസ്രായേലിനെ ഭരിക്കാനായിട്ട് വരുന്ന ഒമ്രിയാണ്. ഒമ്രി 12 സംവത്സരം ഇസ്രായേലിൽ വാണു. അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത്, അവൻ യെരൊബയാമിൻ്റെ വഴിയിലും അവൻ ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ച പാപത്തിലും നടന്ന് യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് പ്രവർത്തിച്ചു. പിന്നീട് താഴേക്ക് വരുമ്പോൾ ഒമ്രിയെക്കുറിച്ച് നമ്മൾ കാണുന്നത് 16-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യത്തിലാണ്. 25-ാം വാക്യം ഒന്ന് വായിച്ചേ. സീരിയസ് ആയൊരു വാക്യമാണ് 25-ാം വാക്യം. അവിടെ എന്താ കണ്ടത്? ഒമ്രി യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു, തനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാവരേക്കാളും അധികം ദോഷം പ്രവർത്തിച്ചു. ഒട്ടും കുറച്ചില്ല, താനും ദോഷത്തിൽ മുതിർന്നു വന്നു എന്നർത്ഥം. ഒമ്രിയുടെ മകനാണ് ആഹാബ്. പിന്നീട് താഴേക്ക് നമ്മൾ ആഹാബിനെ കുറിച്ചാണ് കാണുന്നത്. ആഹാബുമായി ബന്ധപ്പെട്ട് പിന്നീട് തുടർന്നുള്ള അധ്യായങ്ങളിലെല്ലാം ആഹാബ് നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പം ആഹാബിനെ കുറിച്ച് നമ്മൾ കാണുന്നത് അതിന് 30-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, 30-ാം വാക്യത്തിൽ എങ്ങനെയാണ് കാണുന്നത്? ആഹാബ് ശമരിയിൽ ഇസ്രായേലിന് 22 സംവത്സരം വാണു. നോക്കണം, അവൻ്റെ അപ്പനായ ഒമ്രി 12 സംവത്സരമാണെങ്കിൽ ആഹാബ് 22 സംവത്സരമാണ് വാണത്. അതായത് ഈ 22 സംവത്സരം എന്ന് പറയുന്നതാണ് വടക്കേ ദേശത്തെ അഥവാ ഇസ്രായേലിൻ്റെ ഇരുണ്ട കാലഘട്ടം എന്ന് പറയുന്നത്. ആ വാഴ്ചയിൽ തന്നെ സഹായിക്കാനായിട്ട് തൻ്റെ സഹധർമ്മിണിയും കൂടെ ഉണ്ടായിരുന്നു. സഹധർമ്മിണി എവിടത്തുകാരിയാ? സീദോൻകാരിയാണ്. സീദോനിലെ രാജാവുമായിട്ട് തനിക്ക് ചില അടുപ്പങ്ങളുണ്ടായിരുന്നു, ചില യുദ്ധസംബന്ധമായ അടുപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ചില യുദ്ധങ്ങളിൽ ഒരുമിച്ച് അവർ പങ്കെടുക്കുകയും അങ്ങനെ ഈ രാജാവിൻ്റെ മകളെ കല്യാണം കഴിക്കാനായിട്ട് താല്പര്യപ്പെട്ട് അങ്ങനെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നു. അങ്ങനെ സോർസീദോനിലെ രാജാവിൻ്റെ മകളെ കല്യാണം കഴിച്ചപ്പോൾ സ്ത്രീധന വകയായിട്ട് കിട്ടിയ രണ്ട് സംഭവങ്ങളാണ് ബാലും അശേരയും. അങ്ങനെ ബാലിനെയും അശേരയും ഈ മണവാട്ടിയായ ഇസബേലിൻ്റെ കൂട്ടത്തിൽ ഇങ്ങ് കൊടുത്തു വിട്ടു. ബാലും അശേരയും ഇസ്രായേലിലേക്ക് ഇങ്ങ് വരികയാണ്. മുന്നമേ അവരുടെ പൂർവ്വപിതാവായ യൊറബയാം ഉണ്ടാക്കിയ 2 കാളക്കുട്ടി ദാനിലും ബഥേലിലും ഉണ്ട്. പോരാത്തതിന് 2 എണ്ണം കൂടെ എക്സ്ട്രാ വരികയാണ്, ബാലും അശേരയും കൂടെ. പിന്നീടുള്ള 22 സംവത്സരം എങ്ങനെയായിരിക്കുമെന്ന് നിങ്ങൾ ഊഹിച്ചാൽ മതി. ബാക്കി പിന്നീട് അങ്ങനെ മുന്നോട്ട് വരുമ്പോൾ നമ്മളതിൻ്റെ 33-ാം വാക്യം കാണുകയാണ്. 33-ാം വാക്യം ഒന്ന് വായിച്ചേ. വേഴ്സ് 33. ഒരു അശേര പ്രതിഷ്ഠയും ഉണ്ടാക്കി. അങ്ങനെ ആഹാബ് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ കോപിപ്പിക്കത്തക്കവണ്ണം തനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാ ഇസ്രായേൽ രാജാക്കന്മാരെക്കാളിലും അധികം ദോഷം പ്രവർത്തിച്ചു. ആ വാക്യത്തിലെ ഒരു വാക്ക് നിങ്ങളുടെ മുമ്പാകെ ഞാൻ ഉയർത്തി കാണിക്കുകയാണ്. അതായത് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയെ കോപിപ്പിക്കത്തക്കവണ്ണം. ആഹാബ് എന്ന് പറയുന്ന ഇസഖാർ ഗോത്രക്കാരനായ രാജാവ് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയെ കോപിപ്പിക്കുന്ന രീതിയിലാണ് പിന്നീട് അങ്ങോട്ട് പെരുമാറിയെന്ന്. യഹോവയെ ദൈവത്തെ കോപിപ്പിക്കുമാറാണ് പുള്ളിയുടെ പ്രവൃത്തി. അത് കഴിഞ്ഞിട്ട് എന്താ കണ്ടത്? തനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാ ഇസ്രായേൽ രാജാക്കന്മാരെക്കാളും അധികം ദോഷം പ്രവർത്തിച്ചു. എന്നുവെച്ചാൽ തൻ്റെ അപ്പൻ ഒമ്രിയേക്കാളും താൻ കേമനായിരുന്നല്ലേ അർത്ഥം അല്ലേ? തൻ്റെ പിതാവായ ഒമ്രിയേക്കാളും താൻ കേമനായിരുന്നു, അധികം ദോഷം പ്രവർത്തിച്ചു. 12 മുതൽ 16-ാം അധ്യായത്തിൻ്റെ ഒടുവിൽ വരെയുള്ള ഇത്രയും ഭാഗം, ഈ അധ്യായങ്ങളിലൂടെ ഇസ്രായേലിൻ്റെ ഒരു പശ്ചാത്തലം നിങ്ങളുടെ മുമ്പാകെ ഞാൻ കൊണ്ടുവരികയായിരുന്നു. നിങ്ങൾ പലരും ചിന്തിച്ചാണ് നമുക്ക് 17-ാം അധ്യായം തുറന്നിട്ട് ഗിലെയാദിലെ തിശ്ബിയിൽ നിന്നുള്ള തിശ്ബിനായ ഏലിയാവ് എന്ന് പറഞ്ഞ് അങ്ങ് മുന്നോട്ട് പോയാൽ പോരെന്ന്. അങ്ങനെ പോയാൽ പോരെന്നേ. അങ്ങനെ പോയാൽ എന്ത് മനസ്സിലാക്കാൻ? ഒന്നും മനസ്സിലാവില്ല. ഇസ്രായേൽ എന്ന് പറയുന്ന ജനവർഗം അവരിപ്പോൾ ആയിരിക്കുന്ന അവരുടെ അവസ്ഥ എന്താണ്, അവരുടെ നിലപാടുകൾ എന്താണ് എന്നൊക്കെയുള്ള കാര്യം മനസ്സിലാക്കണമെങ്കിൽ അവരെ നയിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവരുടെ ലീഡേഴ്സിനെ കുറിച്ച് നമ്മൾ അറിയണ്ടേ? നീ ആരെന്ന് പറയണ്ട, പകരം നിൻ്റെ പാസ്റ്റർ ആരെന്ന് പറഞ്ഞാൽ മതി എന്നാണ് ഷേക്സ്പിയർ പറഞ്ഞത്. അങ്ങനെയല്ലേ പണ്ട് ഷേക്സ്പിയർ പറഞ്ഞത്? അങ്ങനെ പ്രസിദ്ധമായൊരു വചനമുണ്ട്, നീ ആരെന്ന് പറയണ്ട, നിൻ്റെ പാസ്റ്റർ ആരാന്ന് പറഞ്ഞാൽ മതിയെന്ന്. ഞാനിങ്ങനെ സംസാരിക്കുന്ന ആളുകളോട് ചോദിക്കേ, താങ്കളുടെ പാസ്റ്റർ ആരാന്ന് ചോദിക്കും, താങ്കൾ ഏത് ഫെലോഷിപ്പിലുള്ളതാന്ന് ചോദിക്കും. അപ്പോൾ അവർക്ക് ചിലപ്പോൾ ദേഷ്യം വരും എന്നോട്, എന്തിനാ ഇപ്പോൾ ആവശ്യമില്ലാതൊക്കെ ചോദിക്കുന്നത്, ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി വിളിച്ചത്, നിങ്ങളോടൊന്ന് സംസാരിക്കാൻ ആഗ്രഹിച്ച, നിങ്ങൾ എൻ്റെ പാസ്റ്ററെക്കുറിച്ചും എൻ്റെ സഭയെക്കുറിച്ചൊക്കെ എന്തിനാ ഇപ്പോൾ ചാടിക്കയറി അന്വേഷിക്കണേ? 2 ദിവസം കഴിഞ്ഞിട്ട് ചോദിച്ചാൽ പോരെന്നാ വല്ലതും ചിന്തിക്കുന്നത്. നിങ്ങളോട് സംസാരിക്കണമെങ്കിലോ തുടർന്ന് മുൻപോട്ട് സംസാരിച്ച് പോകണമെങ്കിലോ ഒക്കെ നിങ്ങളുടെ പാസ്റ്റർ ആരാന്ന് എനിക്കറിയണം, നിങ്ങൾ ഏത് ഫെലോഷിപ്പിൽ നിൽക്കുന്നു എന്ന് അറിയണം, നിങ്ങളുടെ അടിത്തറ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്.
നിങ്ങളാരെന്ന് അറിയണ്ടേ? നിങ്ങളുടെ കയ്യിലൊരു ബൈബിളും ഉണ്ട്, നിങ്ങൾ വെള്ള ഉടുപ്പും വെള്ള പാൻറ്റും ഒക്കെ ഇട്ടിരിക്കുന്ന, വെള്ള ചെരുപ്പ് വരെ ഇട്ടിരിക്കുന്നത്, അതൊക്കെ ശരിയായിരിക്കാം, മൊത്തം വെള്ളയായിരിക്കാം. അതുകൊണ്ട് കാര്യമായില്ല. നിങ്ങൾ എന്തിനു വേണ്ടി നിലകൊള്ളുന്നു നമുക്കറിയണം. നിങ്ങളുടെ അടിസ്ഥാനം എന്താണെന്ന് അറിയണം. എങ്കിലല്ലേ നിങ്ങളോട് നമുക്ക് ഒരു കൂട്ടായ്മയോ സംസാരമോ ഒക്കെ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇവിടെ നമ്മൾ ഒരുവനെ അന്വേഷിക്കുകയാണ്. ബ്രദർ എവിടത്തുകാരനാ? ഞാൻ വടക്കേ ദേശക്കാരനാണ്. ഓഹോ, വീട് എവിടെയാണ്? അങ്ങ് ജസ്രീലിലാണ്, ആഹാബിൻ്റെ കൊട്ടാരത്തിൻ്റെ ചേർന്നാണ് എൻ്റെ വീട്. ആഹാബുമായിട്ടൊക്കെ എങ്ങനെയാ? പിന്നെ ഞങ്ങളുടെ രാജാവ് ആഹാബ് എന്നതാ, പുള്ളി ഭയങ്കര സംഭവമാണ്. തീയൊക്കെ ഇറക്കിക്കളയും വേണ്ടി വന്നാൽ ഭയങ്കരമാണ്. കഴിഞ്ഞ ഡിസംബർ 31 രാത്രിയിൽ ആഹാബ് നിന്നുകൊണ്ട് വാറപ്പിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞു കളയവർ. അപ്പോൾ നമുക്ക് മനസ്സിലാവും സംഭവം ഇത് റൂട്ട് തെറ്റിയ പാർട്ടിയാണ്. നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ആഹാബുമായിട്ടുള്ള സംബന്ധമോ? നമ്മൾ ദിനവൃത്താന്ത പുസ്തകത്തിലേക്ക് വരുമ്പോൾ കാണുന്നൊരു കാഴ്ചയുണ്ട്. ഭക്തനായ മനുഷ്യനാണ് യഹോശഫാത്ത്. ആ യഹോശഫാത്ത് സംബന്ധം കൂടാൻ പോയത് ആഹാബിൻ്റെ മകളുമായിട്ടാണ്, അല്ലേ? ആഹാബിൻ്റെ മകളെയാണ് യഹോശഫാത്തിൻ്റെ മകൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്നത്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. പെട്ടെന്ന് കേൾക്കുമ്പോൾ തോന്നും അത് ഇസ്സഹാർ ഗോത്രം, ഇത് യഹൂദ ഗോത്രമല്ലേ? അപ്പോൾ അബ്രഹാമിൻ്റെ കൊച്ചുമക്കളല്ലേ? യാക്കോബിൻ്റെ 12 2 അല്ലേ എന്നൊക്കെ പലരും ചിന്തിക്കും. യാക്കോബിൻ്റെ 12 എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന്. ഈ 10 ഇപ്പോൾ ട്രാക്കിൽ നിന്ന് പോയി. ഈ 10 ഗോത്രം ഇപ്പോൾ ഇരുട്ടിൽ തപ്പി നടക്കുന്ന കാലമാണ്. ഇരുട്ടിൽ തപ്പി നടക്കുകയാണ്. 22 വർഷമായി ഇസ്രായേലിനെ ഭരിക്കുന്ന ആഹാബ് എന്ന് പറയുന്ന പുള്ളിക്ക് ബാക്കപ്പ് കൊടുക്കുന്നത് ബാലും അശേരയാണ്. ഫ്യൂവൽ അടിക്കുന്നതേ ബാലിൻ്റെ അശേരയുടെയും പമ്പിൽ നിന്ന് മാറി മാറിയാണ് ഫ്യൂവൽ അടിക്കുന്നത്. അവിടേക്ക് യഹോശഫാത്തിന് എന്ത് കാര്യം? ദാവീദിൻ്റെ വഴിയിൽ നടക്കുന്നവനായ യഹോശഫാത്ത്, ഭക്തനായ മനുഷ്യൻ. ആ മനുഷ്യൻ ഇങ്ങനെ ഒരു സമ്മതത്തിന് പോകാൻ പാടുണ്ടോ? അരുതെന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ, അത് പോട്ടെ. ഈ പറയപ്പെട്ട ഇത്രയും അധ്യായങ്ങൾ, ഈ അധ്യായങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ ആഹാബ് വരെ ഒരു 84 വർഷത്തിൻ്റെ ചരിത്രം നമുക്ക് പറയാനുണ്ട്. ഈ 84 വർഷം ഇസ്രായേലിനെ ഭരിച്ച് വഴി നടത്തിയ രാജാക്കന്മാരെല്ലാം അവരെ തെറ്റായ വഴികളിലൂടെയാണ് നടത്തിയത്. നടത്തി ഒടുക്കം ജനമെല്ലാം ദൈവത്തിൽ നിന്ന് അകന്നകന്നുപോയി. അങ്ങനെ ഇരിക്കുന്നൊരു സമയത്താണ് നമ്മൾ പെട്ടെന്ന് 17-ാം അധ്യായം തുറക്കുമ്പോൾ ഒരു പ്രകാശ കിരണം പോലെ, ഒരു ആശ്വാസം പോലെ ഒരുവൻ പ്രത്യക്ഷപ്പെടുകയാണ്. നോക്കിയേ, ഈ 17-ാം അധ്യായം തുടങ്ങുന്നത് എങ്ങനെയാ? എന്നാൽ ഗിലെയാദിലെ തിശ്ബിയിൽ നിന്നുള്ള തിശ്ബിനായ ഏലിയാവ് ആഹാബിൻ്റെ കൊട്ടാരത്തിൽ വന്ന് ആഹാബിനോട് സംസാരിക്കുന്ന ഒരു രംഗമാണ് കാണുന്നത്. ആഹാബ് സകല പ്രതാപത്തോടും കൂടി വാഴുകയാണ്. ആഹാബിൻ്റെ വലങ്കൈ എന്ന് പറയുന്നത് തൻ്റെ പട്ടമഹർഷിയായ ഇസബേലാണ്. ഇസബേലിൽ നിന്നാണ് ആഹാബ് ബലം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസബേലിന് ബാക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആരാ? ബാലു അശേരയുടെയും പ്രിയപുത്രിയല്ലേ ഇസബേൽ? ബാലിൻ്റെയും അശേരയുടെയും പ്രിയപുത്രിയാണ് ഇസബേൽ. ഇസബേലിൽ നിന്നാണ് ബലം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത് ആഹാബ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആഹാബിൻ്റെ കൊട്ടാരത്തിൽ വന്ന് ഒരുവൻ സംസാരിക്കുകയാണ്. ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകില്ലെന്ന് പറഞ്ഞു. ആ കാര്യമാണ് യാക്കോബ് എടുത്തെഴുതിയത്. 3 സംവത്സരവും 6 മാസവും ഇസ്രായേലിൽ മഴ പെയ്തില്ലെന്ന്, മഞ്ഞും മഴയും പെയ്തില്ലെന്ന്. മഴ പെയ്തില്ല. അങ്ങനെ ഇസ്രായേൽ ക്ഷാമത്തിലേക്ക് കടന്നുപോയി. വലിയവനായ ദൈവം ഏലിയാവിനെ നിയോഗിച്ചയക്കുകയാണ് ആഹാബിൻ്റെ കൊട്ടാരത്തിലേക്ക്. ആഹാബ് രാജകൊട്ടാരത്തിൽ രാജവസ്ത്രങ്ങൾ ധരിച്ച് സിംഹാസനത്തിൽ കിരീടവും ചെങ്കോലുമായിട്ടിരിക്കുന്നു, അധികാരസ്ഥനായിട്ടിരിക്കുന്നു. അവിടേക്ക് അതിലും വലിയ അധികാരത്തിൽ ഒരുവൻ കടന്നു വരികയാണ്. സ്വർഗീയമായ അരുളപ്പാട് ആഹാബിന് കൈമാറുകയാണ്. പ്രവചന സ്വരത്തിൽ പറയുകയാണ്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും മഴയും പെയ്യില്ലെന്ന്. ഗംഭീര സ്വരമല്ലേ അത്? അധികാരത്തിൻ്റെ സ്വരമാണ്. അഭിഷേകത്തിൽ നിന്നുകൊണ്ടാണ് അത് പറയുന്നത്. ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും മഴയും പെയ്യില്ലെന്നൊക്കെ. അപ്പം മഞ്ഞും മഴയും പെയ്യാതിരിക്കാൻ പാകത്തിന് ഇസ്രായേലിൽ ഇപ്പോൾ എന്താ സംഭവിച്ചത്? ആഹാബിൻ്റെ കൊട്ടാരത്തിൽ വന്ന് പലതും പറയാമായിരുന്നു ഏലിയാവിന്. അതൊന്നും അല്ലാതെ ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഴ പെയ്യില്ലെന്നുള്ള കാര്യം പറയണമെങ്കിൽ അതിന് ഏലിയാവിനെ പ്രചോദിപ്പിച്ച എന്തെങ്കിലും കാര്യങ്ങളുണ്ടാവുമല്ലോ, എന്തെങ്കിലും ഘടകങ്ങൾ കാണില്ലേ? അത് വെച്ചിട്ടായിരിക്കില്ലേ ഏലിയാവ് ഇത്ര ശക്തിമത്തായ നിലയിൽ ദൈവസാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് അത് പറഞ്ഞത്? ഇവിടെയാണ് നമ്മളൊരു വലിയ പഠനത്തിലേക്ക് പോകുന്നത്. യാക്കോബിൻ്റെ ലേഖനത്തിലെ ആ വാക്യത്തിൻ്റെ ഉത്തരം നമ്മൾ തേടുന്നത് ഈ 17-ാം അധ്യായത്തിൻ്റെ പിന്നിലാണ്.
17-ാം അധ്യായത്തിൻ്റെ പിന്നിൽ 16-ാം അധ്യായമുണ്ട്, പിന്നെ 15-ഉം 14-ഉം 13-ഉം ഒക്കെ ഉണ്ട്. ആ അധ്യായങ്ങളിലേക്കൊന്നും പോയാൽ നമ്മൾ ഏലിയാവിനെയും കാണില്ല, ഏലിയാവുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും കാണില്ല. 17-ാം അധ്യായത്തിൻ്റെ പുറകിൽ, തിരശ്ശീലയ്ക്ക് പുറകിൽ മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് വെളിപ്പെട്ട് കിട്ടുവാൻ പാകത്തിന് ആത്മാവ് നമ്മെ അവിടേക്ക് കൂട്ടിക്കൊണ്ട് പോകണം. എവിടേക്കാ? ഗിലെയാദിലേക്ക് കൂട്ടിക്കൊണ്ട് പോകണം. ഗിലെയാദ് എവിടെയാ? ഗിലെയാദ് ട്രാൻസ് ജോർഡാനിലാണ്. അതായത് യോർദാൻ്റെ അങ്ങേക്കരയിലാണ് ഗിലെയാദ് എന്ന് പറയുന്നത്. അവിടെയാണ് 2.5 ഗോത്രക്കാരുള്ളത്. ആ 2.5 ഗോത്രക്കാർ ഈ വാഗ്ദത്ത ഭൂമിയിലേക്ക് കടന്നു വരാതെ അവിടുത്തെ പച്ചപ്പ് കണ്ട് അവിടെ തന്നെ കൂടിയവരാണ്. ആരൊക്കെയാണ് അവർ? രൂബേനും ഗാദും മനശ്ശെയുടെ പാതി ഗോത്രവും. അവർ പച്ചപ്പ് കണ്ട്, അതായത് വേറെ കാര്യമൊന്നുമില്ല, അവരുടെ ആടുമാടുകളെ തീറ്റാനായിട്ട് പറ്റിയ സ്ഥലമാണെന്ന് കണ്ട് പച്ചപ്പ് കണ്ട് അവരവിടെ അങ്ങ് കൂടി. അതായത് നമ്മുടെ ലോത്തിൻ്റെ ആത്മാവ് അവരെ ബാധിച്ചോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ലോത്തും പച്ചപ്പ് കണ്ടു കഴിഞ്ഞാൽ അപ്പം അവിടെ പുള്ളി അവകാശം പറഞ്ഞാൽ ഒഴുക്കി പോകും. അപ്പോൾ ലോത്തിൻ്റെ ആത്മാവ് ചിലപ്പോൾ ഇവരിൽ വ്യാപരിച്ചതായിരിക്കാം. പച്ചപ്പ് കണ്ടപ്പോൾ എന്നാൽ ഇവിടെ കുറ്റിയടിച്ചേക്കാമെന്ന് ചിന്തിച്ചത്. ദൈവത്തിൻ്റെ വാഗ്ദത്തം എന്ന് പറയുന്നത് ഈ 12 ഗോത്രവും വാഗ്ദത്ത ഭൂമിയിൽ കടന്നു വരണമെന്ന് തന്നെയാണ് ദൈവം ആഗ്രഹിച്ചത്. അതിനൊത്തിരി കാര്യകാരണങ്ങൾ പറയാനുണ്ട് നമുക്ക്. പക്ഷേ ഇവർ 2.5 ഗോത്രക്കാർ അവിടെ കിടന്നു. ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും തൻ്റെ ജനം ഈ വാഗ്ദത്ത ഭൂമിയിൽ എത്തണമെന്നുള്ളതാണ്. ഈ 12 ഗോത്രക്കാരും വാഗ്ദത്ത ഭൂമിയിൽ എത്തണം. എന്നാൽ 2.5 ഗോത്രക്കാർ അവിടെ കിടന്നു, ബാക്കിയുള്ളവരാണ് ഇങ്ങോട്ട് വന്നത്. ഇപ്പോൾ ഇതാ രാജ്യം 2ആയി വിഭജിക്കപ്പെട്ട കാലമാണല്ലോ. 10 ഗോത്രക്കാരാണ് വടക്കേ ദേശത്ത് പാർക്കുന്നത്. അതിൽ 2.5 ഗോത്രക്കാർ ട്രാൻസ് ജോർഡാനിൽ അഥവാ യോർദാൻ്റെ അങ്ങേക്കരയിലാണ് കിടക്കുന്നത്. ബാക്കി 7.5 ഗോത്രക്കാരാണ് ഈ വാഗ്ദത്ത ഭൂമി കിടക്കുന്നത്. അതാണ് പശ്ചാത്തലം. അപ്പം ഈ കർമ്മേലിലേക്കുള്ളൊരു പ്രയാണത്തിലാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നത്. കർമ്മേലിലേക്കുള്ള പ്രയാണത്തിൽ, കർമ്മേലിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നതിന് മുമ്പ് ഈ ചരിത്ര ഭാഗങ്ങൾ കുറച്ച് മനസ്സിലാക്കിയിരിക്കണം. എങ്കിൽ മാത്രമേ ഇതിൻ്റെ ഒരു ഗൗരവം നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, അതായത് ഈ 10 ഗോത്രക്കാരെയും ഒമ്രിയും പിന്നീട് ആഹാബും ഒക്കെ ഭരിക്കുന്ന ഒരു കാലം വന്നല്ലോ. ആഹാബിൻ്റെ ഭരണകാലം അങ്ങനെ അതിൻ്റെ മൂർധന്യത്തിലേക്ക് വന്ന സമയത്ത് ഇസ്രായേലിൽ ബഹുഭൂരിപക്ഷം പേരും ബാലിനെ തന്നെയും അശേരയെ തന്നെയും ആശ്രയിക്കുന്ന, ആരാധിക്കുന്ന, സേവിക്കുന്ന ഒരു കാലം വന്നു. അങ്ങനെ ഒരു കാലത്തിലാണ് നമ്മൾ ഈ 17-ാം അധ്യായം തുറന്നു വെച്ചിരിക്കുന്നത്. അതിൽ വളരെ ചിന്തനീയമായൊരു കാര്യം വരുന്നത് എന്തെന്ന് ചോദിച്ചാൽ, ഈ 10 ഗോത്രക്കാർ യഹോവയെ ദൈവത്തിൽ നിന്ന് അകന്നു പോയ കാര്യമാണ് നമ്മൾ ഈ കാണുന്നത്. അതിൽ 2.5 ഗോത്രക്കാരാണ് ആദ്യം അകന്നു പോയത്. അവർ ശരിക്കും ലോകമയത്വത്തിലേക്ക് പോയി, അന്യദൈവാരാധനയിലേക്കല്ല. അവർ ചട്ടങ്ങളും പ്രമാണങ്ങളും എല്ലാം മറികടന്ന് തങ്ങൾക്ക് ബോധിച്ചതുപോലെ നടക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് എത്തി 2.5 ഗോത്രക്കാർ. അവരോടൊന്ന് ഒത്തിരി ദൂരെയാണല്ലോ. അപ്പോൾ അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജാതികളോട് ഇടകലർന്ന് ജീവിക്കുന്ന ഒരു ജീവിതമാണ്. അതിൻ്റെ നടുവിൽ നിന്നാണ് വലുവനായ ദൈവം ഒരുവനെ എഴുന്നേൽപ്പിക്കുന്നത്. അവൻ്റെ പേരാണ് ഏലിയാവ്. ഈ നിലയിൽ ദൈവത്തിൽ നിന്ന് അകന്നുപോയ ആ ഒരു ജനത്തിൻ്റെ നടുവിൽ നിന്നാണ് ഏലിയാവിനെ എഴുന്നേൽപ്പിക്കുന്നത്. ആ ഏലിയാവിനെക്കുറിച്ച് ഒടുവിൽ നമ്മൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. അതായത് ഏലിയാവ് എടുക്കപ്പെടാൻ തുടങ്ങുന്ന സമയത്ത് ഏലീശ പറയുന്നൊരു വാക്കുണ്ട്, ഇസ്രായേലിൻ്റെ തേരും തേരാളിയുമായുള്ളവേ എന്നൊക്കെയാണ് വിളിക്കുന്നത് ഏലിയാവിനെ. എങ്ങനെയാണ് ഏലീശ വിളിക്കുന്നത്? ഇസ്രായേലിൻ്റെ തേരും തേരാളിയുമായുള്ളവേ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇസ്രായേലിനെ രക്ഷിക്കാൻ വന്നവനാണ്, ഇസ്രായേലിൻ്റെ രക്ഷകനാണ്. ഇസ്രായേലിൻ്റെ രക്ഷകൻ എന്നുള്ള നിലയിലാണ് ഏലീശ ആ വാക്കുകൾ ഉപയോഗിക്കുന്നത്. ഈ 2.5 ഗോത്രക്കാർ അതുപോലെ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. അവിടെ ഒരുവൻ പോലും ദൈവത്തെ അന്വേഷിക്കുന്നില്ല. അവരൊന്നും പ്രമാണത്തിൽ നിൽക്കുന്നവരല്ല. ജാതികളോട് ഇടകലർന്ന് ലോകമയത്വത്തിൽ മുങ്ങിപ്പോയൊരു സമൂഹം. അതിൻ്റെ നടുവിൽ ഒരുവനെ സ്വർഗത്തിലെ ദൈവം കണ്ടു. ഇസ്രായേൽ ജനത്തോട് തൻ്റെ സന്ദേശം അറിയിക്കുവാനായിട്ട് ഈ 7.5 ഗോത്രക്കാരുടെ ഇടയിൽ നിന്ന്, അതായത് ഈ വാഗ്ദത്ത ഭൂമിയിൽ ബാക്കിയുള്ള ഗോത്രങ്ങൾ കിടപ്പുണ്ടല്ലോ. ഈ 10 ഗോത്രത്തിൽ 2.5 കഴിഞ്ഞാൽ ബാക്കി 7.5 ഇവിടെയാണല്ലോ കിടക്കുന്നത്. ഇവിടെ കിടക്കുന്ന കേമന്മാരുടെ ആരുടെയെങ്കിലും ഇടയിൽ നിന്ന് ഒരുവരെ ദൈവത്തിന് എഴുന്നേൽപ്പിക്കാൻ വേണമെങ്കിൽ. എന്നാൽ അവിടെ ശുഭകരമായ കാര്യം എന്നുവെച്ചാൽ, എന്നാൽ ഒരു പ്രകാശം ഉദിച്ചു വരുന്നത് പോലെ നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ചയാണ്. അതിൻ്റെ നടുവിൽ നിന്നൊരുവനെ ദൈവം എഴുന്നേൽപ്പിക്കുകയാണ്. ഇത്രമേൽ ദൈവത്തിൽ നിന്ന് അകന്നുപോയൊരു സമൂഹം ഒരു പ്രതീക്ഷയ്ക്കും വകയില്ല. ഇനിയൊരു മടങ്ങിവരവ് ഉണ്ടാകുമോ ഇല്ലയോ എന്ന് ചിന്തിക്കുമാറുള്ളൊരു സാഹചര്യത്തിലേക്ക് ഇസ്രായേൽ എത്തി. വിശേഷാൽ ഞാൻ 2.5 ഗോത്രക്കാരുടെ കാര്യം ഇപ്പോൾ പറയുന്നത്. അതിൻ്റെ നടുവിൽ നിന്നാണ് ഏലിയാവിനെ സ്വർഗത്തിലെ ദൈവം എഴുന്നേൽപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു പശ്ചാത്തലത്തിൽ ഏലിയാവിൻ്റെ ഉള്ളിലൊരു നോവ് വരികയാണ്. ഒരു നോവ്, ദൈവത്തിൻ്റെ പ്രമാണത്തെക്കുറിച്ചുള്ളൊരു നോവ്.
ഭക്തന്മാരുടെ ഉള്ളിൽ മാത്രമേ അങ്ങനത്തെ നോവ് വരികയുള്ളൂ. ഭക്തന്മാരുടെ ഉള്ളിൽ മാത്രമേ അങ്ങനത്തെ നോവ് വരികയുള്ളൂ. ദൈവം ആ ഒരു നിലയിലാണ് ഏലിയാവിനെ പരുവപ്പെടുത്തി കൊണ്ടുവരുന്നത്. ഇതിനെക്കുറിച്ചൊക്കെ മുൻപ് നമ്മൾ വിശദമായി പറഞ്ഞിട്ടുള്ളതാണെങ്കിലും ഓടിച്ചു പറയുകയാണ്. ഈ 2.5 ഗോത്രക്കാരിൽ ഗിലെയാദ് എന്ന് പറയുന്ന മനശ്ശയുടെ പാതി ഗോത്രത്തിൻ്റെ ഗാദിൻ്റെയും ഒരു അതിർത്തിയിൽ വരുന്നൊരു ഭാഗമാണ് ഈ ഗിലെയാദ് എന്ന് പറയുന്ന, അതൊരു മലഞ്ചെരുവാണ് ശരിക്കും. ഗിലെയാദ് എന്ന് പറയുന്ന ഭൂപ്രദേശം അതൊരു മലഞ്ചെരുവ് തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഗിലെയാദ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നമ്മൾ മുൻപ് കണ്ടിട്ടുണ്ട്. അതായത് കടുപ്പമുള്ളതെന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ദൈവത്തിൽ നിന്ന് അകന്ന് തോന്നിയതുപോലെ നടക്കുന്ന ഒരു ജനസമൂഹത്തിൻ്റെ നടുവിൽ നിന്ന് ഏലിയാവിനെ സ്വർഗത്തിൽ ദൈവം വേർതിരിക്കുകയാണ്. വേർതിരിച്ചിട്ട് അവൻ്റെ ഉള്ളിൽ ആ നോവ് കൊടുക്കുകയാണ്. അങ്ങനെ ഏലിയാവ് ഇതെല്ലാം കണ്ടും കേട്ടും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഗിലെയാദിലെ തിശ്ബിയിൽ, അതായത് തിരശ്ശീലയ്ക്ക് പിന്നിൽ ഒരു മനുഷ്യൻ പോലും അറിയാതെ, അതായത് തിരശ്ശീലയ്ക്ക് പിന്നിൽ ഏലിയാവ് ദൈവത്തിൻ്റെ സന്നിധിയിൽ മുഴങ്കാൽ മടക്കുന്ന കാലം, അത് ഇസ്രായേലിലെ സാധാരണ ജനമൊന്നും അറിയുന്നില്ല. തിരശ്ശീലയ്ക്ക് പിന്നിൽ ഒരുവനെ സ്വർഗത്തിലെ ദൈവം ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്, സജ്ജമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാരും അറിയുന്നില്ല. അദ്ദേഹം ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒന്നും വന്നിട്ട് വീഡിയോയും റീൽസൊന്നും ചെയ്യുന്നൊന്നുമില്ല, ഒന്നും ചെയ്യുന്നില്ല. തിരശ്ശീലയ്ക്ക് പിന്നിൽ അദ്ദേഹത്തെ സജ്ജമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏലിയാവ് നിരന്തരം ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. യാക്കോബ് പറഞ്ഞ യാക്കോബിൻ്റെ ലേഖനത്തിലെ ആ വാക്യത്തിൻ്റെ ഉത്തരവാണ് ഞാനീ പറയുന്നത്. ഏലിയാവ് എവിടെ വെച്ചാൽ പ്രാർത്ഥിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗിലെയാദിലെ തിശ്ബി എന്ന് പറയുന്ന തൻ്റെ ഗ്രാമത്തിൽ, തൻ്റെ ദേശത്ത് ഈ ആത്മീയ സത്യങ്ങളൊക്കെ തനിക്ക് വെളിപ്പെട്ട് കിട്ടിയപ്പോൾ തൻ്റെ ചാർച്ചക്കാരും പ്രിയരുമായവർ സ്വജനം അവർ പ്രമാണമൊക്കെ എറിഞ്ഞു കളഞ്ഞ് ഒരുവനായ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കാതെ അവർക്ക് ബോധിച്ചതുപോലെ നടക്കുന്ന കാഴ്ച കണ്ട് ഉള്ളിൽ നോവുള്ള ഏലിയാവ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതാണ് യാക്കോബ് എടുത്തെഴുതിയത്. ഏലിയാവ് ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. ഈ പറയപ്പെട്ട സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ഏലിയാവിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരു മനുഷ്യക്കുഞ്ഞു പോലും ഈ 2.5 ഗോത്രക്കാരുടെ ഇടയിലില്ല. ഇല്ലെന്ന് തീർത്ത് പറയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നമ്മൾ വായിച്ചെടുക്കുമ്പോൾ അതാ നമുക്ക് മനസ്സിലാകുന്നത്. നമ്മൾ ആരെയും അവിടെ ആ സമയത്ത് കാണുന്നില്ല 2.5 ഗോത്രക്കാരുടെ ഇടയിൽ നിന്ന്. ബാലിന് മുട്ടുമടക്കാത്ത ഒരു കൂട്ടത്തെക്കുറിച്ച് പിന്നീട് പറയുന്നുണ്ട്. എന്നാലും ഈ ഒരു സാഹചര്യത്തിൽ 2.5 ഗോത്രക്കാരുടെ ഇടയിൽ നിന്നൊരു കുഞ്ഞു പോലും രംഗത്തുള്ളതായിട്ട് നമുക്കൊരു സൂചന പോലും നമുക്ക് ലഭിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഏലിയാവ് മടുത്തുപോയില്ല. ഇതാണ് കേൾക്കേണ്ടത്. എന്നോട് ഒത്തിരി ആളുകൾ സംസാരിക്കും, പാസ്റ്റർ പെന്തിക്കോസ്ത് ഇങ്ങനെയാണ്, ആ പാസ്റ്റർ ഇങ്ങനെയാണ്, മൊത്തം പെന്തിക്കോസ് എങ്ങനെയാണ്, കുമ്പനാട് എങ്ങനെയാണ്, മുളക്കുഴ എങ്ങനെയാണ്, അവിടെ ഇങ്ങനെയാണ്, അവിടെ ഇങ്ങനെയാണ്, അവിടെ കൊടുങ്കാറ്റടിക്കുന്നു, ഇതാണെന്നൊക്കെയാണ് പറയുന്നത്. നിങ്ങൾ ഇതൊക്കെ പറയുമ്പോൾ ഏലിയാവ് ആരോട് പോയി ഇതൊക്കെ പറയും? ഏലിയാവിന് ഈ കാര്യമൊന്നും പറയാനായിട്ട്, ഒരു സപ്പോർട്ടിനായിട്ട് ഒരു മനുഷ്യ കുഞ്ഞില്ല, ആരോടും പറയാനില്ല. സ്വയം ഉള്ളിൽ ഒതുക്കുകയാണ്. ആ സാഹചര്യങ്ങളിലൊക്കെ തന്നെത്താൻ ബലപ്പെടുത്തി എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. തൻ്റെ പൂർവ്വപിതാവായ ദാവീദിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ദാവീദ് തന്നെത്താൻ ബലപ്പെടുത്തിയെന്ന്. ആരും സപ്പോർട്ട് ചെയ്യാനില്ലാത്തൊരു സമയമായിരുന്നു അത്. അന്ന് ദാവീദ് തന്നെത്താൻ ബലപ്പെടുത്തി. ഇവിടെ ഏലിയാവും തന്നെത്താൻ ബലപ്പെടുത്തി. അങ്ങനത്തെ ഒരു പശ്ചാത്തലമായിരുന്നു അത്. അങ്ങനെ ഈ ഗിലെയാദിലെ തിശ്ബിയിൽ ഏലിയാവ് ദീർഘകാലം ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ ഉരുവിട്ടുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ആ പ്രാർത്ഥനയുടെ ഒടുവിലാണ് ദൈവം ഏലിയാവിനെ നിയോഗിച്ച് ആഹാബിൻ്റെ കൊട്ടാരത്തിലേക്ക് അയക്കുന്നത്. അയക്കാൻ സമയമായി എന്ന് ദൈവത്തിന് തോന്നിയപ്പോൾ ഏലിയാവിനെ അങ്ങോട്ട് പറഞ്ഞയക്കുകയാണ്. അപ്പോൾ അതിനു മുമ്പുള്ള ഏലിയാവിൻ്റെ പ്രാർത്ഥനകളിലേക്ക് നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഏലിയാവ് ദൈവത്തിൻ്റെ സന്നിധിയിൽ ചില കാര്യങ്ങളെ ക്ലെയിം ചെയ്യുകയാണ്. ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുന്നതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, ദൈവം തൻ്റെ പ്രമാണത്തിൽ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെയൊക്കെയാണ് ഏലിയാവ് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉയർത്തി പ്രാർത്ഥിച്ചത്. ആ കാര്യങ്ങൾ തന്നെയാണ് ആഹാബിൻ്റെ കൊട്ടാരത്തിൽ വന്നപ്പോഴും താൻ പറഞ്ഞത്. താൻ കഴിഞ്ഞ നാളുകളിൽ ദൈവത്തോട് പ്രാർത്ഥിച്ച പ്രാർത്ഥനാ വിഷയമാണ് ഇവിടെ ആഹാബിൻ്റെ കൊട്ടാരത്തിൽ വന്ന ആഹാബിനോട് പറയുന്നത്. ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും മഴയും പെയ്യില്ലെന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ്. അപ്പോൾ താൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഉറപ്പ് പ്രാപിച്ചിരുന്നു. താൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് തൻ്റെ പ്രാർത്ഥനയുടെ മറുപടി ആഹാബിൻ്റെ കൊട്ടാരത്തിൽ വെച്ചല്ല കിട്ടിയത്, അത് തിശ്ബിയിൽ വെച്ചാണ് കിട്ടിയത്. ആ മറുപടിയുമായിട്ടാണ് താൻ ഈ കൊട്ടാരത്തിലേക്ക് വരുന്നത്. താൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്താ പ്രാർത്ഥിച്ചത്? ആവർത്തന പുസ്തകം 11-ാം അധ്യായം തുറന്നേ. ഡിയൂട്രോണമി ചാപ്റ്റർ 11. ആവർത്തന പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങളുടെ ദൈവമായ യഹോവയെ നിങ്ങൾ സ്നേഹിക്കുകയും
പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ അവനെ സേവിക്കുകയും ചെയ്തതുകൊണ്ട് ഞാൻ എന്ന് നിങ്ങളോട് കൽപ്പിക്കുന്ന എന്റെ കൽപ്പനകൾ ജാഗ്രതയോടെ അനുസരിച്ചാൽ ധാന്യവും വീഞ്ഞും എണ്ണയും ശേഖരിക്കേണ്ടതിന് ഞാൻ തക്ക സമയത്ത് നിങ്ങളുടെ ദേശത്തിന് വേണ്ടുന്ന മുൻമഴയും പിന്മഴയും പെയ്യിക്കും. ഞാൻ നിന്റെ നിലത്ത് നിന്റെ നാൽക്കാലികൾക്ക് പുല്ല് തരും. നീ തൃപ്തിയാകുമ്പോഴും ഭക്ഷിക്കും. നിങ്ങൾ ഹൃദയത്തിന് ഭോഷത്വം പറ്റുകയും നിങ്ങൾ നേർവഴി വിട്ട് അന്യ ദൈവങ്ങളെ സേവിച്ച് നമസ്കരിക്കുകയും ചെയ്യാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. അല്ലാഞ്ഞാൽ യഹോവയുടെ ക്രോധം നിങ്ങളുടെ നേരെ ജ്വലിച്ചിട്ട് മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ ആകാശത്തെ അടച്ചു കളയുകയും ഭൂമി അനുഭവം തരാതിരിക്കുകയും യഹോവ നിങ്ങൾക്ക് തരുന്ന നല്ല ദേശത്ത് നിന്ന് നിങ്ങൾ വേഗം നശിച്ചു പോവുകയും ചെയ്യും. നീണ്ടൊരു പാസേജാണ് നമ്മൾ വായിച്ചത്. അതായത് ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് വിടുവിക്കപ്പെട്ട് ചെങ്കടൽ കടന്ന് മരുഭൂമി വഴിയായി മുൻപോട്ട് പോവുകയാണ്. മോവാബ് സമഭൂമി വെച്ചിട്ടാണ് ഈ ആവർത്തന പുസ്തകം മോശ എഴുതുന്നത്. മോശ എഴുതിയ 5 പുസ്തകങ്ങളിലെ അവസാനത്തെ പുസ്തകമാണ്. അതിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 13 മുതലുള്ള വേദഭാഗമാണ് വായിച്ചു കേട്ടത്. നിങ്ങളുടെ ദൈവമായ യഹോവയെ നിങ്ങൾ സ്നേഹിക്കുകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ, അങ്ങനെ താഴേക്ക് പറഞ്ഞു വരികയാണ്. പറഞ്ഞു വന്നിട്ട് പറയുകയാണ്, എൻ്റെ കൽപ്പനകൾ ജാഗ്രതയോടെ അനുസരിച്ചാൽ ധാന്യവും വീഞ്ഞും എണ്ണയും ശേഖരിക്കേണ്ടതിന് ഞാൻ തക്ക സമയത്ത് നിങ്ങളുടെ ദേശത്ത് വേണ്ടുന്ന മുൻമഴയും പിന്മഴയും പെയ്യിക്കും. ഞാൻ തക്ക സമയത്ത് വേണ്ടുന്ന മുൻമഴയും പിന്മഴയും പെയ്യിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു വന്നിട്ട് അതിൻ്റെ 16-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ എന്താ കാണുന്നത്? നിങ്ങളുടെ ഹൃദയത്തിന് ഭോഷത്വം പറ്റുകയും നിങ്ങൾ നേർവഴി വിട്ട് അന്യ ദൈവങ്ങളെ സേവിച്ച് നമസ്കരിക്കുകയും ചെയ്യാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. മുന്നറിയിപ്പാണ്, അന്യദൈവ സേവയ്ക്ക് പോകരുതെന്ന്. അല്ല ഞാൻ യഹോവയുടെ ക്രോധം നിങ്ങളുടെ നേരെ ജ്വലിച്ചിട്ട്, അതും ശ്രദ്ധിക്കണം കേട്ടോ, യഹോവയുടെ എന്താണ്? പ്രസാദമല്ല, യഹോവയുടെ ക്രോധം. മുൻപ് നമ്മൾ വായിച്ചു യഹോവയുടെ കോപം എന്ന് വായിച്ചു. കോപത്തിൻ്റെ കടുപ്പമുള്ളതാണ് ക്രോധം എന്ന് പറയുന്നത്. യഹോവയുടെ ക്രോധം നിങ്ങളുടെ നേരെ ജ്വലിച്ചിട്ട് മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ ആകാശത്തെ അടച്ചു കളയും, ഭൂമി അനുഭവം തരാതിരിക്കുകയും യഹോവ നിങ്ങൾക്ക് തരുന്ന നല്ല ദേശത്ത് നിങ്ങൾ വേഗം നശിച്ചു പോവുകയും ചെയ്യും. നശിച്ചു പോവുക എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? നശിച്ചു പോവുക എങ്ങനെയാണ് നശിച്ചു പോകുന്നത്? യഹോവയുടെ ക്രോധത്താൽ. ചുരുക്കി പറഞ്ഞാൽ എങ്ങനെ പറയാം? അത് ദൈവത്തിൻ്റെ ഒരു ന്യായവിധിയാണെന്ന് നമുക്ക് പറയാമല്ലോ. ഇത് കേൾക്കുന്ന പലരും ചിന്തിക്കും വെള്ളസിംഹാസനത്തിലെ ന്യായവിധിയാണെന്ന്. എൻ്റെ പൊന്ന് പാസ്റ്റർമാരെ, വെള്ളസിംഹാസനത്തിൻ്റെ കാര്യമൊന്നും ഇവിടെ ഞങ്ങൾ പറഞ്ഞില്ല. ഇസ്രായേലിൻ്റെ ലൈഫുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുമ്പോൾ പല സമയങ്ങളിലും യഹോവയായ ദൈവം അവരുടെ മേൽ തൻ്റെ കോപം വർഷിച്ചിട്ടുണ്ട്. അതൊരു ജഡ്ജ്മെൻ്റ് എന്നുള്ള നിലയിലാണ് നമ്മൾ പരിഗണിക്കുന്നത്. ഇപ്പോൾ സംഖ്യാപുസ്തകം 25-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ബാൽപെയോറുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിലെ പുരുഷന്മാർ മിദ്യാനി സ്ത്രീകളുമായിട്ട് സംബന്ധം കൂടുന്ന കാര്യമുണ്ട്. അവിടെ യഹോവയുടെ ഉഗ്ര കോപം ജ്വലിച്ചെന്നൊക്കെയാണ് വായിക്കുന്നത്. ശരിക്കും സമയമെടുത്ത് അതെല്ലാം വിശദീകരിക്കേണ്ടതാണ്. യഹോവയുടെ ഉഗ്ര കോപം അവിടെ വെളിപ്പെട്ടു. ബാധ ഇസ്രായേലിൻ്റെ നടുവിലേക്ക് കടന്നു വന്നു. മഹാപുരോഹിതനായ എലിയാസറിൻ്റെ മകനായ ഫീനഹാസ് അവിടെ ഇടിവിൽ നിന്നില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് വചനം പഠിക്കുന്നവർക്കറിയാം. ഫീനഹാസ് അവിടെ ഇടിവിൽ നിന്നില്ലായിരുന്നെങ്കിൽ. അപ്പോൾ യഹോവയുടെ കോപം ഇസ്രായേലിൻ്റെ മേൽ അവിടെ വന്നു. ഇനി പുറപ്പാട് ദിവസം 32-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, അഹരോൻ കാളക്കുട്ടിയെ ഉണ്ടാക്കാൻ കൂട്ടുനിന്നു. അവിടെ ദൈവത്തിൻ്റെ കോപം ജ്വലിക്കുകയായിരുന്നു. ഈ ജനത്തെ ഞാൻ നശിപ്പിച്ചു കളയൂ എന്ന് പറഞ്ഞപ്പോൾ മോശ ഇടിവിൽ നിന്നു. മോശ അവിടെ ഇടിവിൽ നിന്നു. അങ്ങനെയാണ് യഹോവയായ ദൈവത്തിൻ്റെ കോപം അവിടെ ശമിച്ചത്. അപ്പോൾ യഹോവയായ ദൈവത്തിൻ്റെ കോപം ഇസ്രായേലിൻ്റെ മേൽ പലപ്പോഴായിട്ട് വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. അവിടെയെല്ലാം ദൈവത്തിൻ്റെ ഭക്തന്മാർ അവിടെ ഇടിവിൽ നിൽക്കുന്നതായിട്ടുള്ള കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട്. ഇടിവിൽ നിൽക്കുന്ന കാഴ്ചകളും. അപ്പോൾ നമ്മുടെ വിഷയം കർമ്മേലിലെ തീയാണല്ലോ. ആ കർമ്മേലിലെ തീയിലേക്കാണ് നമ്മൾ പറഞ്ഞു കൊണ്ടുവരുന്നത്. 1 രാജാക്കന്മാർ 17-ാം അധ്യായത്തിൽ ആഹാബിൻ്റെ കൊട്ടാരത്തിലേക്ക് ഏലിയാവ് വരുന്നതിന് പിന്നിലുള്ള ഒരു കാലഘട്ടം, തിരശ്ശീലയ്ക്ക് പിന്നിലുള്ള ഒരു കാലഘട്ടം. ഏലിയാവ് എന്ന് പറയുന്ന മനുഷ്യൻ, ഒറ്റയാൾ പട്ടാളം. ആ ഒറ്റയാൾ പട്ടാളം ഈ 2.5 ഗോത്രക്കാരുടെ നടുവിൽ, ആ 2.5 ഗോത്രത്തിലുള്ള മനുഷ്യരെല്ലാം അതിലെ തെക്കും വടക്കും നടക്കുമ്പോൾ ഏലിയാവിനെ കാണുമ്പോൾ അവരെന്തായിരിക്കും പറയുന്നത്? ഇവന് കിറുക്കാന്നാണ് തോന്നണത്. ഇവൻ എന്താ ഈ കാണിക്കുന്നത്? ഇവൻ എന്താ 24 മണിക്കൂർ ഉപദേശം, വചനം, പ്രമാണം, ഇവൻ പരീശനാണോ എന്നൊക്കെ ചോദിച്ചു കളയും അവർ. ഏലിയാവിനെ കാണുമ്പോൾ എന്തെന്ന് വിളിക്കും? ചിലപ്പോൾ ഇവനൊരു പരീശനാണോ എന്നൊക്കെ വേണേൽ ചോദിച്ചു കളയും. ഉപദേശം പറയുന്ന ആളുകളെ എല്ലാ കാലത്തും ആളുകൾ അങ്ങനെ വിളിക്കുന്നത്. പരീശനാണോ എന്ന് ചോദിക്കും. ഈ ചോദിക്കുന്ന ആൾക്കാരാരായിരിക്കും? അവർ ചുമ്മാ തെക്ക് വടക്ക് നടക്കുന്ന 2.5 ഗോത്രക്കാരുടെ
റെപ്രസെൻറ്റേറ്റീവുകളാണ് ഈ ചോദിക്കുന്നത്. 2.5 ഗോത്രക്കാർ. യഹോവയെ ദൈവത്തിൻ്റെ പ്രമാണങ്ങളെക്കുറിച്ച് ഒരു എരിവുമില്ല, തങ്ങൾക്ക് ബോധിച്ചതുപോലെ നടക്കും. ഇവിടെ എന്തെന്നാ വായിച്ചു തുടങ്ങിയത്? നിങ്ങളുടെ ദൈവമായ യഹോവയെ നിങ്ങൾ സ്നേഹിക്കുകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടി അവനെ സേവിക്കുകയും ചെയ്തുകൊണ്ട് ഞാനിന്ന് നിങ്ങളോട് കൽപ്പിക്കുന്ന എൻ്റെ കൽപ്പനകൾ ജാഗ്രതയോടെ അനുസരിച്ചാൽ. ഇത് പുതിയ നിയമകാലമല്ല, ഇത് പഴയ നിയമകാലമല്ലേ. വാഗ്ദത്ത ദേശത്തേക്ക് അവരെ കൊണ്ടുപോവുകയാണ്. ആ ദേശത്ത് ജീവിച്ചിരിക്കണമെങ്കിൽ എൻ്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും നിങ്ങൾ ജാഗ്രതയോടെ അന്വേഷിക്കണമെന്നാ. ചുമ്മാ അന്വേഷിച്ചാൽ പോരാ, ജാഗ്രതയോടെ അന്വേഷിക്കണം. അങ്ങനെയൊക്കെ ചെയ്തനുസരിച്ചാൽ നിനക്ക് ധാന്യവും വീഞ്ഞും എണ്ണയൊക്കെ കിട്ടും. ദേശത്ത് ഞാൻ മുൻമഴയും പിന്മഴയും തരും. അങ്ങനെയല്ല നിങ്ങൾ നേർവഴി വിട്ട് അന്യദൈവങ്ങളെ സേവിച്ചുകൊണ്ട് അതിനെ നമസ്കരിക്കുക മീൻസ് ആരാധിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ തിരിഞ്ഞാൽ എൻ്റെ ക്രോധം ജ്വലിക്കുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ നിങ്ങൾ നശിച്ചു പോകുമെന്നാണ് പറഞ്ഞത്. ഈ കാര്യങ്ങളെല്ലാം ഗ്രഹിച്ച ഏലിയാവ് നിരന്തരം ദൈവസന്നിധിയിൽ ഈ കാര്യം ഉണർത്തിച്ചു. ഈ വാക്യങ്ങളെ കോട്ട് ചെയ്തുകൊണ്ടാണ് താൻ പ്രാർത്ഥിക്കുന്നത്. വലിയവനായ ദൈവമേ, നിൻ്റെ വചനത്തിൽ നിൻ്റെ പ്രമാണത്തിൽ ഇങ്ങനെ ഉണ്ടല്ലോ, ജനം ദൈവത്തിൻ്റെ വഴിയിൽ നിന്ന് അകന്നു പോയി കഴിഞ്ഞാൽ, നേർവഴിയിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ, അതായത് ആകാശം അടച്ചുകൊണ്ട് മഞ്ഞും മഴയും പെയ്യിക്കാതിരിക്കുമെന്നുണ്ടല്ലോ. അതുകൊണ്ട് എൻ്റെ പ്രാർത്ഥന കേട്ട് ഇസ്രായേലിൽ ആ ഒരു കാര്യം നടപ്പിലാക്കണമെന്നുള്ളതാണ് താൻ പ്രാർത്ഥിക്കുന്നത്. അതിൻ്റെ കാരണം എന്താ? ഇസ്രായേലിനെ കഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ ഏലിയാവ് അങ്ങനെ പ്രാർത്ഥിക്കുന്നത്? നോക്കണം, ഈ ഒരു നിലയിൽ മുൻപോട്ട് പോയി കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ഉഗ്രകോപം ഇസ്രായേലിൻ്റെ മേൽ വീണിട്ട് അവരെ ജാതികൾ പിടിച്ചുകൊണ്ട് പോവുകയും ജാതികളിൽ നിന്നുള്ള കഠിനമായ ശിക്ഷ അവർ ഏൽക്കേണ്ടിയും വരും. അത് സംഭവിക്കുന്നതിന് മുമ്പ് ഇവർക്ക് ഒരു ബാലശിക്ഷ കൊടുത്തുകൊണ്ട് അവരെ യഥാസ്ഥാനപ്പെടുത്തണമെന്നാണ് ആ മനുഷ്യൻ്റെ പ്രാർത്ഥനയുടെ രഹസ്യം. അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശമാണ് പറയുന്നത്. മനസ്സിലായോ? അതായത് ഇവർ ഈ പോകുന്ന പോക്ക് പോയി കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും തിരസ്കരിച്ചുകൊണ്ട് അതിനെ ഗൗനിക്കാതെ മുന്നോട്ട് പോയാൽ, ലേവ്യ പുസ്തകത്തിലുണ്ട്, അത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പാപം വരും, കൂട്ടത്തിൽ മരണവും വരുമെന്ന്. ദൈവത്തിൻ്റെ ന്യായവിധിയായിരിക്കും കാത്തിരിക്കുന്നത്, അല്ലേ? ദൈവത്തിൻ്റെ ന്യായവിധിയാണ് കാത്തിരിക്കുന്നത്. അതായത് സദൃശവാക്യങ്ങൾ 28-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. തന്റെ ലംഘനങ്ങളെ മറിക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. ഇസ്രായേൽ അവയൊന്നും ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാനായിട്ട് ഒരു സാധ്യതയും കാണിക്കുന്നില്ല, അതിൻ്റെ ഒരു ലക്ഷണവും കാണിക്കുന്നില്ല. ഇസ്രായേലേ തങ്ങളുടെ ലംഘനം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്ന ഒരു കാര്യവും ഇപ്പോൾ കാണുന്നില്ല നിലവിൽ. അവരാ പോയിക്കൊണ്ടിരിക്കുന്ന രീതിയിൽ അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. അവർ മറ്റു കാര്യങ്ങളൊന്നും ചിന്തിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ നടുവിലാണ് ഏലിയാവ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിരന്തരം ഈ കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. ഞാൻ ആവർത്തന പുസ്തകത്തിൽ ഒരു വാക്യം മാത്രമേ നിങ്ങളെ കാണിച്ചിട്ടുള്ളൂ. 1 രാജാക്കന്മാരുടെ പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 35-36 വാക്യത്തിൽ ഈ സെയിം കാര്യം തന്നെ പറയുന്നുണ്ട്. 1 രാജാക്കന്മാരുടെ പുസ്തകം 8-ാം അധ്യായം 35-36. സമയക്കുറവുകൊണ്ട് ആ വാക്യങ്ങളൊന്നും വായിക്കുന്നില്ല. ഇതേ കാര്യം തന്നെയാണ് പറയുന്നത്. അതായത് ശലോമോൻ യെരൂശലേം ദേവാലയം സമർപ്പിച്ചുകൊണ്ട് വലിയവനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുന്ന സമയം പറയുന്ന കാര്യങ്ങളാണ്. അവിടെയും ഈ മഞ്ഞും മഴയുടെയും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ജനം വഴിതെറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നത്തേതിൽ അവർ ഈ യെരൂശലേമിലെ ദൈവാലയത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ചുകൊണ്ട് അവർ മടങ്ങി വന്നു കഴിഞ്ഞാൽ നീ ദേശത്തിന് നന്മ കൊടുക്കില്ലേ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന ഭാഗങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ടാണ് ഏലിയാവ് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത്. ഇതല്ലാതെ വേറെയും ഭാഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ അങ്ങനെ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ യാക്കോബിൻ്റെ ലേഖനത്തിലെ വാക്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്നാണ് എൻ്റെ ഒരു ചിന്ത. നിങ്ങളത് കൂടുതൽ വികസിപ്പിച്ചുകൊള്ളുക. ഞാൻ അത്യാവശ്യം മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പശ്ചാത്തലം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ 2.5 ഗോത്രത്തിൻ്റെ നടുവിൽ നിന്നാണ് ഒരുവനായ ദൈവം ഏലിയാവിനെ പുറത്തെടുക്കുന്നത്. ഏലിയാവ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എത്ര പേർക്കറിയാം? ഏലിയാവ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എൻ്റെ ദൈവം യഹോവയാകുന്നു എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഏലിയാവ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എൻ്റെ ദൈവം യഹോവയാകുന്നു, അല്ലേ? എൻ്റെ ദൈവം യഹോവ. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു സബ്ജക്റ്റ് അല്ല. ഇത് ബോറടിക്കും. നമ്മുടെ ഒരു രീതി നിങ്ങളിൽ പലർക്കും അറിയാം. നമ്മളിങ്ങനെ പറഞ്ഞ് കൊണ്ടുവന്നതിൻ്റെ അവസാനത്തിലേക്ക് വരുമ്പോഴാണ് അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക് വരുമ്പോഴാണ് ഈ വിഷയങ്ങളുടെ ചുരുളഴിഞ്ഞു വരുന്നത്. സമയത്തിന് മുന്നോട്ട് പോയെന്നറിയാം. ഞാൻ വേഗം അവസാനിപ്പിക്കാം. ഒരു പക്ഷേ ഞാൻ ആഗ്രഹിച്ച നിലയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ ഇടയ്ക്ക് എവിടെയെങ്കിലും വെച്ച് ഒരു അർദ്ധവിരാമം ഇടും. എന്നിട്ട് നമ്മൾ അടുത്ത ദിവസം ബാക്കി കുറച്ചും കൂടെ വിസ്തരിച്ച് അപ്പം
സമയക്കുറവെന്നുള്ളൊരു തത്രപ്പാടും ഭയമൊന്നും വേണ്ടാതെ കുറച്ചുകൂടെ വിശദീകരിച്ച് 2 എപ്പിസോഡിൽ പൊക്കോട്ടെ. നമ്മളീ പറഞ്ഞ കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റാത്ത ആളുകൾ അവർ ഗ്രഹിക്കേണ്ട, അന്വേഷിക്കുന്ന ആളുകളുണ്ടല്ലോ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വിശദീകരിക്കും. അപ്പോൾ ഇസ്രായേലിൻ്റെ ഒരു പശ്ചാത്തലങ്ങൾ നമ്മൾ പറഞ്ഞു കൊണ്ടുവന്നാണ് ഈ ഇത്രയും നേരം പറഞ്ഞതൊക്കെ. ഇനി നമ്മൾ യെശയ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 19-20 ബാക്കിയൊന്ന് വായിക്കും. ഐശയ്യാ ചാപ്റ്റർ 1 വേഴ്സ് 19 and 20. നിങ്ങൾ മനസ്സ് വെച്ച് കേട്ടനുസരിക്കുന്നുവെങ്കിൽ ദേശത്തിലെ നന്മ അനുഭവിക്കും. 2.5 ഗോത്രക്കാരോടും 7.5 ഗോത്രക്കാരോടും ഒക്കെ പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ മനസ്സ് വെച്ച് കേട്ടനുസരിക്കുന്നുവെങ്കിൽ ദേശത്തിലെ നന്മ അനുഭവിക്കും. മറുത്ത് മത്സരിക്കുന്നുവെങ്കിലോ നിങ്ങൾ വാളിനിരയായിത്തീരും. യഹോവയുടെ വായ് അരുളി ചെയ്യുന്നു. യഹോവയുടെ വായല്ലോ അരുളി ചെയ്യുന്നതെന്നാണ് പ്രവാചകൻ പറയുന്നത്. നിങ്ങൾ മറുത്ത് മത്സരിക്കുന്നുവെങ്കിൽ നിങ്ങൾ വാളിനിരയായിത്തീരും. അതിന് ഞാൻ ഇങ്ങനെ പറഞ്ഞാലോ, നിങ്ങൾ മറുത്ത് മത്സരിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ ന്യായവിധി നിൻ്റെ മേൽ വരും. അങ്ങനെ പറഞ്ഞ പാത്രന്മാർ കോപിക്കുമോ? വാളിനിരയായിത്തീരുമെന്ന് പറഞ്ഞാൽ വാളുകൊണ്ട് വെട്ടിക്കൊല്ലുന്ന കാര്യമായി പറയുന്നത്. ശത്രുക്കൾ അവരെ കൈകാര്യം ചെയ്യും. വാളിന് വെട്ടിക്കൊല്ലുന്ന കാര്യമാണ് പറയുന്നത്. അതിന് ഞാൻ ന്യായവിധി ദൈവം അനുവദിക്കാതെ സംഭവിക്കുമോ? അത് ദൈവം അനുവദിക്കാതെ സംഭവിക്കും. തൻ്റെ ജനമായ ഇസ്രായേലിനെ ശത്രുക്കൾ വെട്ടിക്കൊല്ലണമെങ്കിൽ, വാളിനിരയായി തീരണമെങ്കിൽ ദൈവം അനുവദിക്കാതെ ഒരിക്കലും സാധ്യമല്ല. ദൈവം അനുവദിച്ചു കഴിഞ്ഞാൽ ആ ന്യായവിധി നടത്തുന്ന ആരും ആകട്ടെ, അത് ദൈവത്തിൻ്റെ ന്യായവിധിയായിട്ടാണ് ഞാൻ പരിഗണിക്കുന്നത്. ഇസ്രായേലിൻ്റെ മേൽ വരുന്ന ആ ശിക്ഷണ നടപടി എന്ന് പറയുന്നത് യഹോവയായ ദൈവത്തിൻ്റെ കോപം നിമിത്തം എന്നുള്ളതാണ് ഞാൻ പഠിക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലാകുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ സദൃശവാക്യങ്ങളിൽ വായിച്ചത്, തൻ്റെ ലംഘനം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് ശുഭം വരും, അല്ലാത്തവന് ശുഭം വരുമോ? അവന് ശുഭം വരില്ല. അപ്പോൾ ഇസ്രായേലിൻ്റെ ഒരു പശ്ചാത്തലവും ഏലിയാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി കൊണ്ടുവരാനാണ് ഇത്രയും നീട്ടിപ്പരത്തി പറഞ്ഞു കൊണ്ടുപോയത്. വീണ്ടും നമ്മൾ 17-ാം അധ്യായത്തിലേക്ക് വരികയാണ്. 17-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ ഏലിയാവ് ആഹാബിൻ്റെ കൊട്ടാരത്തിൽ വന്ന് ഈ കാര്യങ്ങളെ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നീട് യഹോവയായ ദൈവം ഏലിയാവിനെ കെരീത്തിലെ തോട്ടിൽ പോയി ഒളിച്ചിരിക്കാനായിട്ടാണ് പറഞ്ഞു വിടുന്നത്. അങ്ങനെ തന്നെ കെരീത്തിൽ പോയിരിക്കുന്നു, ഒരു സമയം വരെ കെരീത്തിലിരിക്കുന്നു. വിശദമാക്കേണ്ട കാര്യങ്ങളാണ്, നമ്മുടെ സബ്ജക്റ്റ് അല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അവിടെ നിന്ന് പിന്നീട് ഏലിയാവിനെ ദൈവം അയക്കുന്ന സരേഫാത്തിലേക്കാണ്. പിന്നീട് താൻ സരേഫാത്തിലെ വിധവയുടെ അടുക്കിലാണ് കുറേ കാലം പാർക്കുന്നത്. അപ്പോൾ ആഹാബിൻ്റെ കൊട്ടാരത്തിൽ ഇങ്ങനെയൊരു ദൂതറിയിച്ചിട്ട് നേരെ ഏലിയാവ് അടുത്തൊരു കുതിരവണ്ടി വിളിച്ചിട്ട് കുതിരപ്പുറത്ത് കയറി കർമ്മേലിലേക്ക് അങ്ങനെ അങ്ങ് പോവുകയല്ലായിരുന്നു. പിന്നീട് വലിയവനായ ദൈവം ഏലിയാവിനെ വിവിധങ്ങളായ അനുഭവങ്ങളിലൂടെ നടത്തി. ഇന്നലകളിൽ ഏലിയാവിനെ എങ്ങനെ നടത്തിയതാണ് ഞാൻ പറഞ്ഞത്. ഇന്നലകളിൽ ഗിലെയാദിൻ്റെ അനുഭവം പറഞ്ഞല്ലോ, അത് കടുപ്പമുള്ള അനുഭവങ്ങളാണ്. പരിപരുത്തിയ അനുഭവങ്ങളിലൂടെയാണ് തൻ്റെ ദാസനെ നടത്തിയത്. പരിപരുത്തിയ അനുഭവങ്ങളിലൂടെ നടത്തിയിട്ടാണ് തൻ്റെ ദാസനെ ആഹാബിൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നത്. ശ്രദ്ധിച്ച് കേൾക്കണം. പരിപരുത്തിയ അനുഭവങ്ങളിലൂടെ നടത്തിയിട്ട് തൻ്റെ ദാസനെ ആഹാബിൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്ന് ദൈവിക അരുളപ്പാട് അരുളി ചെയ്യാനായിട്ട് പ്രാപ്തനാക്കി. അവിടെ നിന്ന് വീണ്ടും അതിലും കഠിനമായ അനുഭവങ്ങളിലൂടെയാണ് നടത്തുന്നത്. പരിശോധനകളാണതെല്ലാം. ഇത്ര വലിയ ശുശ്രൂഷ ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ പീസിനാക്കിലാണ് ഏലിയാവ് ശരിക്കും അടുത്ത പ്രസംഗം പ്രസംഗിക്കേണ്ടത്. പീസിനാക്കിൽ അടുത്ത പ്രസംഗം, അത് കഴിഞ്ഞ് കുമ്പനാട് കൺവെൻഷനിൽ പ്രസംഗിക്കാനുണ്ട്, മുളക്കുഴ പ്രസംഗിക്കാനുണ്ട്. ഇതൊന്നും പ്രസംഗിക്കേണ്ട, നീ കെരീതി ഒളിച്ചു പാർക്കാനാണ് പറയുന്നത്. ഇതുപോലെ റോയൽ മെസ്സേജ് കൊടുത്ത പ്രോഫറ്റ് ഏലിയാവ്. നമ്മുടെ നാട്ടിലുണ്ടല്ലോ ഈ അടൂരൊരുത്തിനുണ്ട് പ്രോഫറ്റ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്. അതുപോലത്തെ പ്രോഫറ്റ് അല്ല കേട്ടോ ഇത്, തെറ്റിദ്ധരിക്കരുത്. അയ്യേ നാണക്കേട്. ഏലിയാവ് ആ ടൈപ്പ് പ്രവാചകനല്ല. ഏലിയാവിനോട് വലിയവനായ ദൈവം പറയുന്ന കാര്യങ്ങൾക്ക് ഒന്നും മറത്ത് സംസാരിക്കുന്ന ആളല്ല. കാരണം ദീർഘവർഷം താൻ ദൈവത്തോട് കൂടെ നടന്ന മനുഷ്യനാണ്. അങ്ങനെ വാക്യത്തിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ വെളിപ്പാടിലുണ്ട്. വെളിപ്പാടിലേക്ക് വരുമ്പോൾ കാണാൻ പറ്റും. താൻ ദൈവത്തോട് കൂടെ നടന്ന് ദൈവത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കി, ദൈവം ആരെന്ന് മനസ്സിലാക്കി, അവിടുത്തെ നേച്ചർ തനിക്ക് പിടികിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആഹാബിൻ്റെ കൊട്ടാരത്തിൽ വന്ന് പറയാൻ പറഞ്ഞത് പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തത് ദൈവമല്ലേ തീരുമാനിക്കുന്നത്. ഒളിച്ചിരിക്കാനാണ് പറയുന്നത്. താൻ ഒളിച്ചിരുന്നു. പിന്നീടുള്ള കാര്യമൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പിന്നീട് സാരേഫാത്തിൽ വിധവയുടെ വീട്ടിലേക്ക് പോകുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട്, അതായത് ഒരു 3.5 കൊല്ലം കഴിയുക. അത് കഴിഞ്ഞിട്ട് ഏലിയാവ് രംഗത്തേക്ക് വീണ്ടും വരികയാണ്. അതാണ് 18-ാം അധ്യായം തുടങ്ങുമ്പോൾ നമ്മൾ കാണുന്നത്. ഇനി നിങ്ങൾ പുസ്തകമൊക്കെ ഒന്ന് തുറന്നേ.
18-ാം അധ്യായം വേഗം തുറക്ക്. 18-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത്, ഏറിയ നാൾ കഴിഞ്ഞിട്ട് 3-ാം സംവത്സരത്തിൽ ഏലിയാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായി, നീ ചെന്ന് ആഹാബിനെ നിന്നെ തന്നെ കാണിക്കാം. അതായത് 17-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ ഏലിയാവ് ആഹാബിൻ്റെ കൊട്ടാരത്തിൽ ചെന്ന് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ പ്രസ്താവിച്ചിരുന്നു അന്ന്. അതുപോലെ തന്നെ ഈ ഒരു 3 വർഷക്കാലം കഴിഞ്ഞു, 3-3.5 വർഷക്കാലത്തോട് അടുക്കുകയാണ്. ആ ഒരു സമയം വന്നപ്പോൾ പറയാണ്, നീ വീണ്ടും ചെന്ന് ആഹാബിനെ കാണിക്കണമെന്ന്. അങ്ങനെ അതിനുവേണ്ടി ഏലിയാവ് പോകുന്ന പോക്കാണ് താഴേക്ക് നമ്മൾ കാണുന്നത്. അവിടെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രത്തെ നമ്മൾ കാണും. അങ്ങനെ നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ കാണുന്നത് ഒബദ്യാവിനെയാണ്. ഒബദ്യാവിനെ കുറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന 3-ാം വാക്യത്തിലുണ്ട്. അതായത് ഒബദ്യാവോ യഹോവയെങ്കിൽ മഹാഭക്തനായിരുന്നു. 2 പ്രാവശ്യം ആ കാര്യമുണ്ട്. അതായത് ഒന്ന്, ദൈവത്തിൻ്റെ ആത്മാവ് വിശുദ്ധ തിരുവെഴുത്തിൽ അത് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് തിരുവെഴുത്തിൻ്റെ ഭാഗമായി 18-ാം അധ്യായത്തിൽ തന്നെ, അതായത് ഈ 12-ാം വാക്യത്തിൻ്റെ ഒടുവിൽ ഒബദ്യാവ് തന്നെ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ബാല്യം മുതൽ യഹോവ ഭക്തനാകുന്നു എന്നുള്ളത്. അപ്പോൾ ഒബദ്യാവ് എന്ന് പറയുന്നൊരു കഥാപാത്രമുണ്ട്. അദ്ദേഹത്തെക്കുറിച്ചൊന്നും അധികം വിശദമായി പറയാനായിട്ട് ശ്രമിക്കുന്നില്ല, നമ്മൾ ഓടിച്ച് താഴേക്ക് പോവുകയാണ്. അതായത് ഏലിയാവ് ഒബദ്യാവോട് പറയുകയാണ്, നീ ചെന്ന് ആഹാബിനോട് പറയുക. അതായത് ദൈവത്തിൻ്റെ ദാസനായ ഏലിയാവ് ആഹാബിനെ കാണാനായിട്ട് താല്പര്യപ്പെടുന്നു എന്ന്. 8-ാം വാക്യം വായിച്ചേ. 8-ാം വാക്യം മുഴുവൻ വായിക്കേണ്ട, തുടക്കം. അവൻ അവനോട്, അതെ ഞാൻ തന്നെ, നീ ചെന്ന് ഏലിയാവ് ഇവിടെ ഉണ്ടെന്ന് നിന്റെ യജമാനോട് ബോധിപ്പിക്കുക എന്ന് പറഞ്ഞു. അത്രയും മതി. അതായത് ഒബദ്യാവോട് ഏലിയാവ് പറയാണ്, അവനോട്, അതെ ഞാൻ തന്നെ, നീ ചെന്ന് ഏലിയാവോട് ഞാനിവിടെ ഉണ്ടെന്ന് നിന്റെ യജമാനോട് ബോധിപ്പിക്കുക എന്ന് പറഞ്ഞു. ഇതൊക്കെ സീരിയസ് ആയ കാര്യങ്ങളാണ് കേട്ടോ. സമയം ഉണ്ടായിരുന്നു നമുക്ക് വിശദമായി പറയാമായിരുന്നു. നോക്കണം, 17-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ ഏലിയാവ് ആഹാബിൻ്റെ കൊട്ടാരത്തിൽ ചെന്ന് ആഹാബിനോട് അങ്ങോട്ട് ദൂത് പറയായിരുന്നു. ഇപ്പോൾ 18-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യഹോവയായ ദൈവം ഏലിയാവിനോട് പറയുന്നുണ്ട്, നീ വീണ്ടും ആഹാബിനെ നിന്നെ തന്നെ കാണിക്കേണ്ടതുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഏലിയാവ് ഒബദ്യാവോട് പറയാണ്, നീ ചെന്ന് നിന്റെ യജമാനനായ ആഹാബിനോട് പറയാനാ പറയുന്നത്. അങ്ങനെ ഒബദ്യാവ് അന്നേരം അതിന് മറുപടി പറയുന്നുണ്ട്, ഞാനത് പറഞ്ഞു കഴിഞ്ഞാലത്തെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം കൈ കഴുകുന്നുണ്ട്. ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തൊക്കെ ഭയങ്കരമാണെന്നൊക്കെ പറഞ്ഞ് യഹോവ ഭക്തനായ ഒബദ്യാവ് അവിടെ കൈ കഴുകുക. അതായത് അതിനുള്ള ശേഷി ഒബദ്യാവിനില്ല. താൻ ഗസറ്റഡ് റാങ്കിലുള്ള ആളാണ് കേട്ടോ. അത് മാത്രമല്ല, തന്നെക്കുറിച്ച് താൻ തന്നെ പറയുന്നത് 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഇസബേൽ യഹോവയുടെ പ്രവാചകന്മാരെയൊക്കെ കൊല്ലുമ്പോൾ ഞാൻ യഹോവയുടെ പ്രവാചകന്മാരിൽ 100 പേരെ ഓരോ ഗുഹയിൽ 50 ഒളിപ്പിച്ച അപ്പവും വെള്ളവും കൊടുത്ത് രക്ഷിച്ച വസ്തുത യജമാനൻ അറിഞ്ഞിട്ടില്ലയോ? അതായത് യഹോവയുടെ പ്രവാചകന്മാരെ 50 വെച്ച് 100 പേരെ ഒബദ്യാവ് ഗുഹയിൽ പാർപ്പിച്ചുകൊണ്ട് അവർക്ക് വെള്ളവും അപ്പവും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതേസമയം മറു സൈഡിൽ നമ്മൾ ഏലിയാവിനെ നേരത്തെ കണ്ടതാണ്. അന്ന് എങ്ങനെയാണ് കണ്ടത്? ഏലിയാവ് ആഹാബിൻ്റെ കൊട്ടാരത്തിലേക്ക് വന്നിട്ട് യഹോവയായ ദൈവം അരുളി ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു അഭിഷേകത്തിൽ നിൽക്കുകയാണ്. അങ്ങനെ തൻ്റെ കഴുത്ത് പോകുമോ എന്ന ഭയമൊന്നും ഏലിയാവിനില്ല. അങ്ങനെ കടന്നു വന്ന് ദൈവത്തിൻ്റെ സന്ദേശം അറിയിച്ച, താൻ യഹോവയായ ദൈവത്തിൻ്റെ ദാസനാണെന്ന് ദേശമെല്ലാം അറിയുമാറ് തന്നെയാണ് ജീവിച്ചത്. ഗുഹയിലൊന്നുമല്ല ഏലിയാവ് ജീവിച്ചത്. ഏലിയാവ് ഗുഹയിലൊന്നുമല്ല ജീവിച്ചത്. ഈ 2.5 ഗോത്രക്കാരുടെ നടുവിൽ നെഞ്ചു വിരിച്ചാണ് നടന്നത്. അല്ലേ? ഈ 2.5 ഗോത്രക്കാരുടെ നടുവിൽ നെഞ്ചു വിരിച്ചിട്ടാണ് ഏലിയാവ് നടന്നത്. ആ ഏലിയാവിനെ ദൈവം കെരീത്തിൽ അപ്പവും ഇറച്ചിയും കൊടുത്ത് പോഷിപ്പിച്ചു. അതേസമയം മുട്ടിന് അത്ര ഉറപ്പില്ലാത്ത പ്രവാചകന്മാർ സാധുക്കളായിട്ടോ, ബാലിനെ സേവിക്കാനായിട്ട് അവർക്ക് താല്പര്യമില്ല. എന്നാൽ യഹോവയുടെ ദാസന്മാരെന്നുള്ള നിലയിൽ ഈ ഇസബേലിൻ്റെയൊക്കെ മുമ്പിൽ നിൽക്കാനുള്ള ത്രാണി ഈ സാധുക്കൾക്കില്ല. അതറിഞ്ഞ ഒബദ്യാവ് സപ്പോർട്ട് കൊടുത്തു. പുള്ളി മാസാമാസം സപ്പോർട്ട് കൊടുത്തു. സപ്പോർട്ട് കണ്ടിട്ടില്ലേ? അതിന് ശേഷിയില്ലാത്തവർക്ക് ഒബദ്യാവുമാർ സപ്പോർട്ട് കൊടുക്കാനുണ്ട്. ഇപ്പം ഞാൻ ഈ പറഞ്ഞൊരു നെഗറ്റീവായിട്ട് നിങ്ങൾക്ക് തോന്നും. അതിനകത്ത് അങ്ങനെ ഒരു നെഗറ്റീവും ഉണ്ട്. ഒബദ്യാവ് എന്നുള്ള വിഷയം പഠിക്കുമ്പോൾ പോസിറ്റീവും ഉണ്ട്. അതായത് ശുശ്രൂഷയുമായി ബന്ധപ്പെട്ടൊക്കെ ഈ വിഷയം ചിന്തിക്കുമ്പോൾ പല ആംഗിളിൽ നിന്നാണ് നമ്മൾ പഠിക്കുന്നത്. അതിലൊരു ആംഗിളിൽ നിന്നാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഈ 100 പേര് ഭക്തന്മാരായിരുന്നു. അവർ ദൈവത്തിൻ്റെ ദാസന്മാർ തന്നെയാണ്. പക്ഷേ അവർ 24 മണിക്കൂറും ഗുഹയിലായിരുന്നു. ഇസബേലിനെയും പേടിയായിരുന്നു, ആഹാബിനെയും പേടിയായിരുന്നു. അങ്ങനെ അവർ ഇദ്ദേഹത്തിൻ്റെ അപ്പവും വെള്ളവുമായിട്ട് ജീവിച്ചു. അതേസമയം നിർഭയനായ ദൈവത്തിൻ്റെ അഭിഷിക്തൻ ഏലിയാവ് അപ്പവും ഇറച്ചിയും ഭക്ഷിച്ച് ജീവിച്ചു. അതാണ് അഭിഷേകത്തിൻ്റെ വ്യത്യാസം.
മനസ്സിലാക്കിക്കൊള്ളണം കേട്ടോ, നന്നായിട്ട് മനസ്സിലാക്കിക്കൊള്ളണം. അതാണ് അഭിഷേകത്തിൻ്റെ വ്യത്യാസം. അഭിഷേകമുള്ള തോർത്തു വിരിക്കില്ലെന്ന്. അവൻ അവരോടും ഇവരോടൊന്നും ചോദ്യം ചോദിച്ചു പോവില്ല. എനിക്ക് ഇന്ന പോലെ ഒരു ആവശ്യമുണ്ട്, എനിക്ക് അങ്ങനെ ഒരു ആവശ്യമുണ്ട്, എനിക്ക് ഇന്നത് വേണം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊന്നും പറഞ്ഞ് അവർ ഒരിടത്തും പോകില്ല. അവരെ ഗിലെയാദിലെ തിശ്ബിയിൽ അങ്ങനെ ജീവിക്കും. എന്നതാ ഉള്ളതെന്ന് വെച്ചാൽ ഉള്ളത് വെച്ച് ജീവിച്ചു പോവും. അത്ര തന്നെ. മുണ്ട് മുറുക്കി കൊടുക്കുമെന്ന്. മുണ്ട് മുറുക്കി കൊടുക്കുമ്പോഴും അഭിഷേകം ജ്വലിക്കുന്നുണ്ട്. അതല്ലേ അധികാരത്തോടെ വരുന്നത്. വെളിപ്പാടുകളുണ്ടല്ലോ. അതല്ലേ ആവർത്തന പുസ്തകത്തിലെ വാക്യം വെച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ ക്ലെയിം ചെയ്തത്. മഴ നിർത്തണമെന്നേ. ഇസ്രായേലിന് ബാലശിക്ഷ കൊടുക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ അവർ എന്നേക്കുമായി നശിച്ചു പോകും. അതുകൊണ്ട് വലുവനായ ദൈവമേ, നീ അവരെ ബാലശിക്ഷ കൊടുത്ത് യഥാസ്ഥാനപ്പെടുത്തണം നിന്റെ ജനത്തെ. ശത്രുക്കളുടെ കയ്യിൽ അവർ അകപ്പെട്ടു പോകും. നിന്റെ പ്രമാണങ്ങളൊക്കെ ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. ലംഘനം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനെ ശുഭമുള്ളൂ. അതിനുള്ളൊരു ലക്ഷണം അവിടെ കാണിക്കുന്നില്ല. അതുപോലെ തന്നെ യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചില്ലേ, പ്രമാണത്തിൽ നിന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ വാള് കടന്നു വരുമെന്നല്ലേ കണ്ടത്. വാളിന് ഇരയായി തീരുമെന്ന്. അപ്പോൾ അതൊക്കെ അവരുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കണമെങ്കിൽ ദൈവമേ ജനത്തെ മടക്കി വരുത്തണമേ, ആ ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ഏലിയാവ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ പറഞ്ഞു വന്നപ്പോൾ നമ്മൾ കണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 16-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ആഹാബ് ഏലിയാവിനെ കാണാനായിട്ട് വരികയാണ്. അങ്ങനെ ഒബദ്യാവ് ആഹാബിനെ ചെന്ന് കണ്ട് വസ്തുത അറിയിച്ചു. ആഹാബ് ഏലിയാവിനെ കാണാൻ ചെന്നു. 17-ാം അധ്യായം തുടങ്ങുമ്പോൾ ഏലിയാവ് ആഹാബിനെ കാണാനായിട്ട് ചെല്ലുന്നതാണ് കാണുന്നത്. 18-ാം അധ്യായം 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ആഹാബ് ഏലിയാവിനെ കാണാനായിട്ട് വരികയാണ്. ഇവിടെയാണ് അഭിഷേകമുള്ള ദൈവത്തിൻ്റെ ദാസന്മാരെ നമ്മൾ പരിചയപ്പെടേണ്ടത്. അധികാരത്തിലിരിക്കുന്ന ആഹാബിനെ തൻ്റെ അടുക്കിലേക്ക് വരുത്തുകയാണ്. അതാണ് ആജ്ഞാശക്തി എന്ന് പറയുന്നത്. അങ്ങനെ അങ്ങനെ ആഹാബ് ഏലിയാവിൻ്റെ അടുക്കിലേക്ക് വരികയാണ്. വന്നിട്ട് ആഹാബ് ഏലിയാവിനോട് സംസാരിക്കുന്നതാണ് 17-ാം വാക്യത്തിൽ കാണുന്നത്. ആഹാബ് ഏലിയാവെ കണ്ടപ്പോൾ അവനോട്, ആർ ഇത്? ചില കനത്തിലൊക്കെ വേണം പറയാൻ. നമ്മുടെ വലിയ സെൻട്രൽ പാസ്റ്റർമാരൊക്കെ സംസാരിക്കുന്ന ഒരു സൗണ്ട് ഉണ്ടല്ലോ. ഈ രാജാക്കന്മാരൊക്കെ അങ്ങനെയല്ലേ സംസാരിക്കുന്നത്? ഒരു ഇടിമുഴക്കം പോലെയൊക്കെ അവർ സംസാരിക്കുന്നത്. അതുപോലെ സംസാരിക്കണം. ആറിത് പറഞ്ഞ ഒത്തില്ല. ആറിത് എന്ന് വെച്ചാൽ ആരാണ്, ഇതാരാണ് എന്നൊക്കെ നമ്മൾ ചോദിക്കില്ലേ. ഈ വന്നിരിക്കുന്നത് ആരാണ്? ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നവനോ എന്ന് ചോദിച്ചു. ആഹാബിൻ്റെ ഉള്ളിലുള്ള ചിന്ത എന്താ? ഈ എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നവൻ ഇവൻ ആരാ? ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നവൻ എന്നുള്ളതാണ് പുള്ളി ചിന്തിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഏലിയാവിൻ്റെ പേരിൽ ലുക്കൗട്ട് നോട്ടീസുണ്ട്. ഈ 3-3.5 കൊല്ലം ദേശത്തെല്ലാം ഏലിയാവ് എവിടെയാണെന്നുള്ള നോട്ടീസ് പതിപ്പിച്ചിരിക്കുക. കണ്ടു കിട്ടുന്നവർക്ക് ഇനാം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2.5 കോടിയോ 3.5 കോടിയോ എങ്ങാണ്ടാ തലയ്ക്ക് വെച്ചിരിക്കുന്നത്. പുള്ളി ഈ ദേശത്ത് മഞ്ഞും മഴയും പെയ്യരുതെന്ന് പറഞ്ഞ് ശപിച്ചിട്ട് പോയി എന്നായിരിക്കും ഒരുപക്ഷെ അവർ പറയുന്നത്. ആ ശാപം നമുക്ക് തൽക്കാലം ഏറ്റെന്നോ അങ്ങനെയൊക്കെ ആയിരിക്കും ചിന്തിക്കുന്നത്. അങ്ങനെ ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നവൻ എൻ്റെ മുമ്പിൽ വന്നിരിക്കുക എന്നാണ് ആഹാവ് ഇപ്പം ചിന്തിക്കുന്നത്. ആഹാവ് മാത്രമല്ല, ആ ദേശത്തെ സകല ജനവും അങ്ങനെയായിരിക്കും ചിന്തിക്കുന്നത്. ആ ദേശത്തെ സകല ജനവും ചിന്തിക്കുന്നത് അങ്ങനെയായിരിക്കും. നമ്മളൊക്കെ പല കാര്യങ്ങളും പ്രസംഗിച്ച ആ പ്രസംഗമൊക്കെ യൂട്യൂബിലും അവിടെ ഇവിടെയൊക്കെ വരുമ്പോൾ ഈ നമ്മുടെ ദേശത്തൊക്കെയുള്ള പെന്തിക്കോസ്ത് സമൂഹത്തിലുള്ള ആളുകൾ ചിന്തിക്കുന്നത് പെന്തിക്കോസ്തിൻ്റെ ശത്രുവാണെന്നാണ് തോന്നുന്നതെന്നാണ്. ചിലരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ പെന്തിക്കോസ്താണോ എന്നൊക്കെ. അതെ, ഞങ്ങൾ ചെറിയ പെന്തിക്കോസ്താ. കാരണം അവർ നോക്കുമ്പോൾ അവർക്ക് ഹിതകരമായതൊന്നും അല്ല പറയുന്നത്. അവർക്ക് ഹിതകരമായതാണോ പറയുന്നത്? ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും മഴയും പെയ്യില്ലെന്നൊക്കെ പറയുന്നത് ഹിതകരമാണോ? അതുകൊള്ളാം. അവർ പുഞ്ചയ്ക്ക് വിതച്ചിരിക്കുക. ഇനി വെള്ളം തിരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോഴാണ് പുള്ളി പറയുന്നത് ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഇനി മഞ്ഞും മഴയും പെയ്യില്ലെന്ന്. ഈ വിതച്ചതൊക്കെ ഉണങ്ങിപ്പോവില്ലേ? അപ്പോൾ അതെല്ലാം ഉണങ്ങിപ്പോയാലോ? അവിടെ ഡ്രിപ്പ് ഇറിഗേഷനൊന്നും ഇല്ല അന്നത്തെ കാലത്ത്. ഒരു ഇടപാടുമില്ല. മഴ പെയ്തില്ലേ പോക്കാ. കൃഷിയെല്ലാം ഉണങ്ങിപ്പോവും. കൃഷിയെല്ലാം ഉണങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ GDP കുത്തനെ താഴേക്ക് പോവും. ന്യൂയോർക്കിലെ സ്റ്റോക്ക് മാർക്കറ്റ് ഇടിഞ്ഞു പോവും. നിഫ്റ്റിയും സ്വിഫ്റ്റിയും വേറെ ഏതാണ്ടൊക്കെ ഉണ്ടല്ലോ, എല്ലാം തകർന്ന് തരിപ്പണമായി പോവും. ആഹാബിൻ്റെ GDP എല്ലാം പോകുന്നു. അങ്ങനെ GDP തകർന്ന് നിൽക്കുന്ന ഒരു മനുഷ്യനാണ് ഈ ആഹാബ്. GDPക്കകത്തൊക്കെ തീ പിടിച്ചു. അങ്ങനെ ഗതികെട്ട് നിൽക്കുമ്പോഴാണ് അതിൻ്റെ കാരണക്കാരനായവൻ മുമ്പിൽ വന്നിരിക്കുന്നത്. അപ്പം ആഹാബ് 2 വർത്തമാനം ശരിക്കും പറയേണ്ടതാ.
എന്നാൽ ഇത്രയേ പറഞ്ഞുള്ളൂ. അത് തന്നെ ഒരു അത്ഭുതമാണ് അല്ലേ? എന്നാൽ ഇത്രയൊക്കെ ആഹാബ് പറഞ്ഞുള്ളൂ. ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നവൻ ആർ എന്ന് ചോദിച്ചു. അതിന് ഏലിയാവ് കൊടുക്കുന്ന മറുപടിയാണ്, ഇസ്രായേലിനെ കഷ്ടപ്പെടുന്ന ഞാനല്ല, നീയും നിന്റെ പിതൃഭവനവും അത്രേ. അങ്ങനെയൊക്കെ പറയണമെങ്കിൽ ഒരു അഭിഷേകം ഉണ്ടായിരിക്കുന്ന സഹോദരങ്ങളെ ഞാൻ പിന്നെയും പറയുക. അങ്ങനെയൊക്കെ ഇസ്രായേലിൻ്റെ രാജാവിൻ്റെ മുഖത്ത് നോക്കി പറയണമെങ്കിൽ എന്തൊരു അധികാരമാണത്. ഈ അധികാരം എവിടെ നിന്ന് ഏലിയാവിന് കിട്ടിയത്? തിരശീലയ്ക്ക് പുറകിൽ ദീർഘവർഷം പരിപരുത്തി അനുഭവത്തിലൂടെ നടന്ന ഒരുവനാണ് ഏലിയാവ്. ശേഷം മനുഷ്യരുടെ തോളത്ത് കൈയിട്ടല്ല നടന്നത്. ഒബദിയാവിൻ്റെ ചായ കുടിച്ച് ജീവിച്ചവനല്ല ഏലിയാവ്. ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഒബദിയാവിൻ്റെ ചായയും കാപ്പിയും കുടിച്ച് അങ്ങനെ ജീവിച്ചവനല്ല ഏലിയാവ്. എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ട അബ്രഹാമിൻ്റെ കൊച്ചുമോനാണ് ഏലിയാവ്. കെരീത്തിൽ പോയി ഒളിച്ചിരിക്കാൻ പറഞ്ഞു. പിന്നീട് തന്നെ ഒളിച്ചിരിക്കാൻ പറഞ്ഞു, ഒളിച്ചിരുന്നു. അപ്പോൾ ദൈവം തൻ്റെ ദാസനായ ഏലിയാവിനെ നടത്തിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ഓർമ്മയിലിരിക്കണം. നിങ്ങൾ കുറച്ച് പേരെ ഇപ്പോൾ ഇവിടെ ഉള്ളൂ. ആ കുറച്ച് പേര് മനസ്സിലാക്കേണ്ട കാര്യമാണ്. വളരെ ഗഹനമായ ഗൗരവമായ കാര്യങ്ങളാണ് ഈ പറയുന്നത്. നമ്മുടെ ഇടയിൽ ഈ ജനുസിൽപ്പെട്ട അഭിഷിക്തന്മാരെന്ന് പറയുന്നവരെ കണ്ടുകിട്ടാനില്ല. ഞാൻ പലപ്പോഴും കൊതിക്കുന്നൊരു കാര്യമാണ് ഈ ജനുസിൽപ്പെട്ട അഭിഷിക്തന്മാരെ കാണാനായിട്ട്. ബാലിൻ്റെ മുമ്പിൽ മുട്ടുമടക്കാത്ത, ബാലിൻ്റെ മുമ്പിൽ മാത്രമല്ലെന്നേ, ആഹാബിൻ്റെ മുമ്പിലും അതുപോലെ ഒബദ്യാവിൻ്റെ സപ്പോർട്ടിൻ്റെ മുമ്പിലൊന്നും മുട്ടുമടക്കാത്ത ഏലിയാവുമാരെ നമുക്ക് കണ്ടുകിട്ടണം. നിരന്തരം പ്രാർത്ഥിക്കുക, ദൈവം എഴുന്നേൽപ്പിക്കും. ഇതിന് നടുവിൽ നിന്നൊക്കെ എഴുന്നേൽപ്പിക്കുമെന്നൊന്നും ആരും ചോദിച്ചേക്കരുത്. അതിനുള്ള മറുപടി പറഞ്ഞു കഴിഞ്ഞു. അത്രമേൽ ദൈവത്തിൽ നിന്ന് അകന്നു പോയൊരു സമൂഹം, 2.5 ഗോത്രക്കാർ. അതിൻ്റെ നടുവിൽ നിന്നല്ലേ ഇസ്രായേലിൻ്റെ തേരും തേരാളിയുമായവനെ എഴുന്നേൽപ്പിച്ചു കൊണ്ടുവന്നത്. ഇസ്രായേലിൻ്റെ തേരും തേരാളിയുമായുള്ളവൻ. നടുക്കത്തോടെ ഇതൊക്കെ കേൾക്കാൻ പറ്റുകയുള്ളൂ. ഒരു സാധ്യതയില്ലാത്ത സ്ഥാനത്ത് നിന്നാണ് ആ ശബ്ദത്തിന് ഉടമയെ ദൈവം എഴുന്നേൽപ്പിച്ചുകൊണ്ട് വന്നത്. അപ്പം നമ്മുടെ വിചാരത്തിൽ എല്ലാം തകർന്നു തരിപ്പണമായി തീർന്നെന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ട. അത്ഭുതകരമായിട്ടായിരിക്കും ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടുന്നത്. പലപ്പോഴും പല പ്രിയപ്പെട്ടവരും പല കാര്യങ്ങളും എന്നോട് പറയുമ്പോൾ ഞാൻ ശാന്തമായി അതെല്ലാം കേൾക്കാറുണ്ട്. എൻ്റെ ഉള്ളിലൊരു പ്രതീക്ഷയുണ്ടെന്നേ. അതായത് നമ്മളീ പറയുന്ന സമൂഹം അത് ട്രാക്കിൽ നിന്നൊക്കെ പോകും, അത് വേറെ കാര്യം. പക്ഷെ നമുക്കതിൻ്റെ നടുവിൽ ചില വിശേഷപ്പെട്ട സ്വരങ്ങൾ കേൾക്കാനായിട്ട് കഴിയും. ദൈവം എഴുന്നേൽപ്പിക്കും, വേറിട്ട സ്വരങ്ങളെ എഴുന്നേൽപ്പിക്കും. ആ സ്വരങ്ങളെ ഒന്നും ജനം കൂട്ടാക്കില്ലെന്നുള്ളതാണ് സത്യം. ഏലിയാവിൻ്റെ സ്വരത്തെ ഒന്നും ജനം കൂട്ടാക്കിയില്ലെന്നേ. കഴിഞ്ഞ ദിവസം നമ്മുടെ വീഡിയോയുടെ അടി വന്നൊരു കമൻറ്റ് ഞാൻ വായിച്ച് കേൾപ്പിക്കാം. നമ്മുടെ ആളുകളുടെ ബോധ്യം എത്രത്തോളം നിങ്ങൾ തന്നെ വായിച്ചോ. അതായത് മലയാളം വായിക്കാൻ അറിയാൻ മേലാതെ ചില പ്രിയപ്പെട്ടവരോട് ഇരിപ്പുണ്ട്, അവർക്ക് വേണ്ടി ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ഈ പറയുന്നത്, അതായത് ആലപ്പുഴക്കാരനൊരു ജോർജ് എന്ന് പറയുന്ന ആൾ എഴുതിയൊരു കമൻ്റാണ് അവിടെ വന്ന്. ഈ പറയുന്നത് ശരിയല്ല, തീ കൊണ്ട് ഉത്തരം അരുളുന്ന ദൈവം തന്നെ യഥാർത്ഥ ദൈവം എന്ന് എല്ലാവരെയും കൊണ്ട് സമ്മതിപ്പിച്ച് കഴിഞ്ഞാണ് ഏലിയാവ് യാഗപീഠം ഒരുക്കി പ്രാർത്ഥിച്ചത്. പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് അവിടെ തീ ഇറങ്ങിയത്. അതെങ്ങനെ ദൈവകോപത്തിൻ്റെ തീയാകുന്നത്? അദ്ദേഹത്തിൻ്റെ ന്യായമായ ചോദ്യമാണ്. ഞാനൊരു പരിഹാസ രൂപത്തിലൊന്നും പറഞ്ഞതല്ല കേട്ടോ. വചനം മനസ്സിലാകുന്നില്ലെന്നേ ആളുകൾക്ക്. വചനം മനസ്സിലാകുന്നില്ല. വചനത്തിൻ്റെ ആഴങ്ങൾ ആളുകൾക്ക് പിടികിട്ടുന്നില്ല. തുടർന്ന് നമുക്ക് നോക്കേണ്ടത് 19-ാം വാക്യം മുതൽ അങ്ങ് താഴേക്ക് കുറേ കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്. അത്രയും കാര്യങ്ങളൊക്കെ ചിന്തിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ ഒത്തിരി സമയം നമുക്ക് വേണം. അത്രയും സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വാക്കുകൾ ഇവിടെ ചുരുക്കുകയാണ്. അതായത് അതിൻ്റെ 18-ാം വാക്യത്തിൻ്റെ തുടക്കത്തിലാണ് നമ്മൾ കണ്ടത് ഏലിയാവ് പറയുന്നത്, ഇസ്രായേലിനെ കഷ്ടപ്പെടുന്ന ഞാനല്ല, നീയും നിൻ്റെ പിതൃഭവനവും അത്രേ. നിങ്ങൾ യഹോവയുടെ കൽപ്പനകളെ ഉപേക്ഷിക്കുകയും നിങ്ങൾ ബാൽ വിഗ്രഹങ്ങളെ ചെന്ന് സേവിക്കുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. അതായത് നിങ്ങൾ യഹോവയുടെ കൽപ്പനകളെയും ചട്ടങ്ങളെയും ഉപേക്ഷിച്ചിട്ട് ബാൽ വിഗ്രഹങ്ങളെ സേവിക്കാനായിട്ട് തുനിഞ്ഞിറങ്ങിയ നിമിത്തം നിങ്ങൾ കഷ്ടത്തിലായിപ്പോയി. അത് എൻ്റെ മേൽ ചാരേണ്ട ആവശ്യമില്ല. നിങ്ങൾ കഷ്ടത്തിലായതിൻ്റെ കാരണക്കാർ നിങ്ങൾ തന്നെയാണ്. ഇതിന് സമാനമായൊരു കാര്യം നമ്മൾ 2 ആഴ്ച മുമ്പ് പറഞ്ഞു. അതായത് യെരുശലേമിൻ്റെ മതിൽ തകർത്തത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇസ്രായേൽ തന്നെയാണെന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ പുസ്തകം പഠിക്കുന്ന എല്ലാവർക്കും അറിയാം, നെബൂഖദ്നേസർ സൈന്യവുമായി വന്ന് യെരുശലേമിൻ്റെ മതിലും തകർത്ത് യെരുശലേം ദൈവാലയത്തിന് തീയുവിട്ട് അവിടുത്തെ പൊൻപാത്രങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയി എന്നുള്ള ചരിത്രം നമുക്കും അറിയാവുന്നേ അതൊക്കെ.
പക്ഷെ നമ്മൾ വെളിപ്പാടി പറയാണ് മതിൽ തകർത്തത് ഇസ്രായേൽ തന്നെയാണെന്ന്. അപ്പം MTH ഒക്കെയുള്ള ഡോക്ടറേറ്റ് ഒക്കെ ഉള്ള ആളുകൾ വന്നിട്ടാണ്, കാരണം അവരുടെ അഡ്രസ്സിൽ നിന്നാണ് എനിക്കത് മനസ്സിലായത്, അവരൊക്കെയാണ് കമൻറ്റ് ചെയ്യുന്നത് മതിൽ തകർത്തത് നെബൂഖദ്നേസറാന്ന്. എന്താ LKG പഠിക്കുന്ന കൊച്ചിന് പോലും അറിയാവുന്ന കാര്യമാണ് അത്. അപ്പം നമ്മളവിടെ പറയുന്നുണ്ട് ഇത് ഗ്രഹിക്കണമെങ്കിൽ ഇത്തിരി വെളിപ്പാട് ആവശ്യമാണെന്ന്. അത് വെളിപ്പാടിൽ മനസ്സിലാക്കേണ്ട കാര്യമല്ലേ? യെശയ്യാപ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 19-20 നമ്മൾ വായിച്ചില്ലേ? നിങ്ങൾ മനസ്സ് വെച്ച് കേട്ടനുസരിക്കുന്നുവെങ്കിൽ ദേശത്തിലെ നന്മ അനുഭവിക്കും, മറുത്ത് മത്സരിക്കുന്നുവെങ്കിലോ നിങ്ങൾ വാളിനിരയായിത്തീരും. യഹോവയുടെ അരുളപ്പാടാണ്. നിങ്ങൾ മറുത്ത് മത്സരിക്കുന്നുവെങ്കിൽ വാളിനിരയായിത്തീരും. അപ്പോൾ ആ വാള് ക്ഷണിച്ചു വരുത്തിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇസ്രായേൽ അല്ലേ? അവർ യഹോവയായ ദൈവത്തോട് മറുത്തു മത്സരിച്ചു. തന്നിമിത്തം ദൈവം നെബൂഖദ്നേസറെ ഉണർത്തി. തൻ്റെ ജനമായ ഇസ്രായേലിനെ ചട്ടം പഠിപ്പിക്കാൻ വേണ്ടി നെബൂഖദ്നേസറിനെ ഉണർത്തി. മതിൽ പൊളിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ നെബൂഖദ്നേസർ തന്നെയാണ്. പക്ഷേ അതിനൊരു ആത്മീയ അർത്ഥമോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വെളിപ്പാടോ ഒന്നും ഗ്രഹിക്കാൻ പാകത്തിന് ജനം ആ ഒരു വളർച്ചയിലേക്ക് വരുന്നില്ല. അതുപോലെ തന്നെയാണ് ഈ 18-ാം വാക്യത്തിൽ നമ്മൾ കണ്ടത്. ആഹാബ് പറയാണ് നീയാണ് ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നത്. പക്ഷേ ഏലിയാവ് തിരിച്ചു പറയാണ് നീയും നിൻ്റെ പിതൃഭവനവും ചട്ടങ്ങളും പ്രമാണങ്ങളും വലിച്ചെറിഞ്ഞു കളഞ്ഞ് ബാലിനെ സേവിക്കാൻ ഇറങ്ങി പുറപ്പെട്ടത് നിമിത്തം ദേശത്തിലെ നന്മ അനുഭവിക്കാതെ വണ്ണം, ദേശത്ത് മഞ്ഞും മഴയും പെയ്യാതെ വണ്ണം സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ആകാശത്തിൻ്റെ വാതിലുകൾ അടച്ചു കളഞ്ഞു. അതിന് ഞാൻ എങ്ങനെ കുറ്റക്കാരനാകും? ഞാൻ ദൈവത്തിൻ്റെ സന്ദേശം മാത്രമല്ലേ നിങ്ങളോട് വന്ന് പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ ഞാനാണോ ദൈവം? ഞാനല്ലല്ലോ ദൈവം, ഞാൻ ദൈവത്തിൻ്റെ ദാസൻ മാത്രമാണ്. എൻ്റെ ദൈവം യഹോവ, അതാണ് എൻ്റെ പേരിൻ്റെ അർത്ഥം. ഏലിയാവ് എന്നുള്ള പേരിൻ്റെ അർത്ഥം അതാണ്. അതിനു പകരം നിങ്ങൾ എൻ്റെ നേരെ കൈ ചൂണ്ടിയിട്ട് എന്താണ് കാര്യം? സദൃശവാക്യത്തിലെ വാക്യവും ഏലിയാവ് പറഞ്ഞു കൊടുത്ത് കാണുമായിരിക്കും ചിലപ്പോൾ. ഇവിടെ എഴുതിയിട്ടൊന്നുമില്ല. തൻ്റെ ലംഘനം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് ശുഭം വരുമെന്ന്. പക്ഷെ ഇത്രയൊക്കെ ആയിട്ടും ആഹാബിൽ ഒരു തരിമ്പും താഴ്മയുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സഹോദരങ്ങളെ? ഇത്രയൊക്കെ ആയിട്ടും ആഹാബിൽ തരിമ്പും താഴ്മയില്ല. ആ ഉഗ്രസ്വരത്തിൽ തന്നെയാണ് ആഹാബ് നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ട് തൊട്ട് താഴെയുള്ള 19-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നത്, എന്നാൽ ഇപ്പോൾ ആളയച്ച് എല്ലാ ഇസ്രായേലിനെയും ബാലിൻ്റെ 450 പ്രവാചകന്മാരെയും ഇസബേലിൻ്റെ മേശയെങ്കിൽ ഭക്ഷിച്ചു വരുന്ന 400 അശേര പ്രവാചകന്മാരെയും കർമ്മേൽ പർവ്വതത്തിൽ എൻ്റെ അടുക്കൽ കൂട്ടിവരുത്തുക. അപ്പം നമ്മൾ കർമ്മേലിലെത്തി. ഇവിടെയാണ് നമുക്ക് വിശദീകരിക്കേണ്ടത്. പക്ഷെ സമയക്കുറവുകൊണ്ട് ഞാനിവിടെ വാക്കുകൾ ചുരുക്കുകയാണ്. കർമ്മേലിലെത്തി നമ്മൾ ഇന്നത്തെ നമ്മുടെ മെസ്സേജ് ഇവിടെ പര്യവസാനിപ്പിക്കുകയാണ്. ഇവിടെ എന്താ നമ്മൾ കണ്ട കാഴ്ച? അതായത് ഇസ്രായേലിൻ്റെ രാജാവിനോട് ഏലിയാവ് പറയാണ്, ബാലിൻ്റെയും അശേരയുടെയും പ്രവാചകന്മാരെയെല്ലാം കർമ്മേലിൽ എൻ്റെ അടുക്കൽ കൂട്ടിവരുത്താനാണ് പറയുന്നത്. അതായത് സ്ഥലം നിശ്ചയിച്ചത് ആരാ? ആഹാബാണോ ഏലിയാവാണോ? ഏലിയാവാണ് സ്ഥലം നിശ്ചയിച്ചത്. മഹാരാജാവിനോടാണ് പറയുന്നത് കർമ്മേലിൽ എൻ്റെ അടുക്കൽ കൂട്ടിവരുത്താൻ. അതായത് ബാലിൻ്റെയും അശേരയുടെയും പ്രവാചകന്മാരെയൊക്കെ നീ തന്നെ കൂട്ടിവരുത്തണം. നിന്റെ ഭാര്യയുടെ മേശയെങ്കിൽ തിന്ന് ഭക്ഷിച്ച് കൊഴുത്തിരിക്കുന്ന ആ പുള്ളികളെയൊക്കെ കർമ്മേലിൽ എൻ്റെ അടുക്കൽ കൂട്ടിവരുത്താനാണ് പറയുന്നത്. കാര്യങ്ങൾ സെറ്റ് ചെയ്ത് ആരാ ഇപ്പോൾ? ഏലിയാവാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സ്ഥലം ഏലിയാവ് ഡിക്ലെയർ ചെയ്തു, പ്രഖ്യാപിച്ചു. അടുത്ത യുദ്ധമുഖം എന്ന് പറയുന്ന കർമ്മേലിലാണ്. ആഹാബിനോട് കൽപ്പിച്ചു. അങ്ങനെ ആഹാബ് എല്ലാ ഇസ്രായേൽ മക്കളുടെയും അടുക്കൽ ആളയച്ച് കർമ്മേൽ പർവ്വതത്തിൽ ആ പ്രവാചകന്മാരെ കൂട്ടിവരുത്തി. ആഹാബ് അനുസരിച്ചു. ഏലിയാവിനെ അനുസരിച്ച് എല്ലാ പ്രവാചകന്മാരെയും കൂട്ടിവരുത്തി. അപ്പോൾ ഏലിയാവ് അടുത്ത് ചെന്ന് സർവ്വജനത്തോടും നിങ്ങൾ എത്രത്തോളം 2 തോണിയിൽ കാൽ വയ്ക്കും? യഹോവ ദൈവമെങ്കിൽ അവനെ അനുഗമിപ്പീൻ, ബാലെങ്കിലോ അവനെ അനുഗമിപ്പീൻ എന്ന് പറഞ്ഞു. എന്നാൽ ജനം അവനോട് ഉത്തരമൊന്നും പറഞ്ഞില്ല. ഉത്തരവൊന്നും പറഞ്ഞില്ല. ഇത് പെട്ടെന്ന് ഓടിച്ചു പറയാവുന്ന കാര്യമല്ല സഹോദരങ്ങളെ, വിശദമാക്കേണ്ടതുണ്ട്. മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ കടന്ന ജനം, ഊഴിയ വിചാരകന്മാരുടെ ചമ്മട്ടി മുതുകത്ത് വീണ ജനം, ഒരു കണ്ണിനും അലിവ് തോന്നാതെ കിടന്നതാ. നീട്ടിയ ഭുജത്താലും വീര്യമുള്ള കരത്താലും വിടുവിച്ച്
ചെങ്കടലും പിളർത്തി അത്യത്ഭുതകരമായ കാഴ്ചകളൊക്കെ കണ്ട് മരുഭൂമി വഴിയായി പാലും തേനും ഒഴുകുന്ന ദേശത്ത് കൊണ്ടുവന്നിരിക്കുകയാണ് അവരെ. അവരുടെ പിതാക്കന്മാരിൽ വലിയ പങ്കും ദൈവത്തോട് മരുഭൂമിയിൽ മത്സരിച്ചു. ശേഷമുള്ളവരെ വാഗ്ദത്ത ഭൂമിയിൽ എത്തിച്ചു. അത് കഴിഞ്ഞുള്ള തലമുറയാണല്ലോ ഇവർ. ആ തലമുറയുടെ നടുവിലുള്ള ജനം ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ ദൈവം തൻ്റെ പ്രവാചകനെ അയച്ച് അവരോട് സംസാരിക്കുന്നതാണ് നമ്മൾ ഈ കണ്ടത്. അവിടെ ഏലിയാവ് എന്ന് പറയുന്ന ദൈവത്തിൻ്റെ പ്രവാചകൻ ഇസ്രായേൽ ജനത്തോട് പറയാണ്, നിങ്ങൾ എന്താണ് ഈ 2 തോണിയിൽ കാല് വയ്ക്കുന്നതെന്ന്. നിങ്ങൾ ആഹാബിലേക്ക് നോക്ക്. ആഹാബ് ഒറ്റ തോണിയിലാണ് കാല് വെച്ചിരിക്കുന്നത്. ഇസ്രായേൽ ജനം 2 തോണിയിൽ കാല് വെച്ചിരിക്കുകയാണ്. ആഹാബ് ബാലിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് മുൻപോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിനൊരു ചഞ്ചലിപ്പുമില്ല. അദ്ദേഹം 2 തോണിയിലൊന്നും കാല് വെച്ചിട്ടില്ല. അദ്ദേഹം ബാല് തന്നെയാണ്, തൻ്റെ ഭാര്യയുടെ ദൈവമായ ബാല് തന്നെയാണ് തൻ്റെയും ദൈവമെന്ന് അദ്ദേഹം പരസ്യമായി ഏറ്റുപറയുന്നയാളാണ്. അതേസമയം ഇസ്രായേൽ ജനത്തിന് ചാഞ്ചാട്ടമൊക്കെ ഉണ്ട് കുറേശ്ശെ. അവർ 2 തോണി കാല് വെച്ച രീതിയിലാണ് അവർ പോകുന്നത്. നിങ്ങൾ എത്രത്തോളം 2 തോണിയിൽ കാല് വയ്ക്കുമെന്നാണ് ചോദിക്കുന്നത്. അതിന് ജനമൊന്നും ഉത്തരം പറഞ്ഞില്ല. അതുകൊണ്ട് ഞാനും അധികം സംസാരിക്കുന്നില്ല, ഞാൻ വാക്കുകളിലൂടെ ചുരുക്കിയാണ്. ഈ ജനത്തിൻ്റെ ഹൃദയം എങ്ങനെയുള്ളതാണെന്ന് നിങ്ങൾ ദൈവസന്നിധിയിലിരുന്ന് കുറച്ചും കൂടെ ധ്യാനിച്ച് വചനം ധ്യാനിച്ചുകൊണ്ട് അടുത്ത ദിവസം മടങ്ങി വരിക. നമ്മൾ ഈ നിർത്തിയ ഭാഗത്ത് നിന്ന് തന്നെയാണ് അടുത്ത ദിവസം ഇതിൻ്റെ തുടർച്ച പറയാൻ പോകുന്നത്. കർമ്മേലിലെ യാഗപീഠവും യാഗപീഠത്തിൽ വന്നു വീണ തീയും അത് നമ്മൾ പരസ്യമായി ഡിക്ലെയർ ചെയ്യുകയാണ്. അത് യഹോവയായ ദൈവത്തിൻ്റെ കോപാഗ്നിയാണ് അവിടെ വന്നു വീണത്. അത് നമ്മൾ വിശദീകരിക്കും അടുത്ത ദിവസം. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കിയാണ്. ഈ കേൾക്കപ്പെട്ട വചനങ്ങൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പുരോഗതിയിലേക്ക് നമ്മെ നയിക്കേണ്ടതുണ്ട്. ഇവിടെ വിട്ടുപോയ കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ദിവസം കർത്താവ് വരാൻ താമസിച്ചാൽ അവിടെ നിന്ന് അനുവദിച്ചാൽ പൂരിപ്പിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.